അപ്പൊ ഒന്നാമത്തെ യാഗത്തിൽ ശപിക്കപ്പെട്ട കുറെ ആൾക്കാരുണ്ട്, അവരുമായിട്ട് യോജിക്കരുത്. അതായത് വിപരീതോപദേശം പറ, ദുരുപദേശക്കാരാ. ഒന്ന് ഇടുക, തള്ളി ഇടുക, ഉരുട്ടിക്കൊണ്ട് നിൽക്കുക, ഛർദ്ദിപ്പിക്കുക, അങ്ങനെ ഒത്തിരി ഉണ്ടല്ലോ. വണ്ടി നമ്പർ പറയുക, വണ്ടി നമ്പർ പറഞ്ഞാൽ എന്നെ ആത്മീയ ഉണർവാണ്. KL4 4334. എന്താ ഉണർവുണ്ടാകാൻ എനിക്ക് മനസ്സിലാകുന്നു. 5 പെണ്ണുങ്ങളുടെ പേര് വിളിച്ചു പറഞ്ഞു, അത് നിങ്ങളവിടെ എന്തോ ഉണർവുണ്ടാകാൻ. സ്വന്തം ഭർത്താവ് 1000 വിട്ടും വിളിച്ചു മോളി അനുസരിച്ചിട്ടില്ല, എന്നിട്ടില്ല. എങ്ങാണ്ട് കൊടുന്ന് ഉപദേശിച്ച് ഇവിടെ ഒരു മോളി ഉണ്ട്. അപ്പോ നിനക്ക് വട്ടല്ല പിന്നല്ല. എടാ സ്വന്തം മാപ്പിള വിളിച്ചിട്ട് വിളി എന്നുമില്ല, പോയുമില്ല, അനുസരിച്ചുമില്ല. എങ്ങാണ്ട് കിടന്നവൻ വിളിച്ചപ്പോ സുവിശേഷത്തിന്റെ സത്യമുണ്ട്, സുവിശേഷത്തിന് നിർമ്മലതയുണ്ട്. വേറൊരു സുവിശേഷത്തിന് നീ വഴിപ്പെട്ടു പോകരുത്. ഈ ഗലാത്യ ലേഖനം എഴുതാനുള്ളതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒരു കാര്യം, ഈ ഗലാത്യ വിശ്വാസികൾ ദൈവകൃപയിൽ വന്നു. പക്ഷെ ഇവരിപ്പോഴും ഈ ന്യായപ്രമാണവും കർമ്മമാർഗവും നീതിപ്രവൃത്തി ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടാൻ താല്പര്യപ്പെടുക. കർമ്മമാർഗവും നീതിപ്രവൃത്തി, ന്യായപ്രമാണത്തിന്റെ ആചാരങ്ങളെ, അനുഷ്ഠാനങ്ങളെ, കർമ്മമാർഗം, കർമ്മം ചെയ്താൽ സ്വർഗത്തിൽ പോകാം. നീതിപ്രവൃത്തി ചെയ്താൽ മതി, സ്വർഗത്തിൽ പോകാം. കർമ്മം തെറ്റാന്നല്ല, നീതിപ്രവൃത്തി തെറ്റാന്നല്ല, അത് ചെയ്താൽ ആരും സ്വർഗത്തിൽ പോകുകയല്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ ദൈവം വച്ചിരിക്കുന്ന ഒരേ ഒരു വ്യവസ്ഥ, യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷപ്പെടാൻ, രക്ഷിക്കപ്പെടാൻ ഒരേ ഒരു മാർഗം, ഒരേ ഒരു വഴി, യേശു ക്രിസ്തു മാത്രം. മറ്റൊരുത്തനിലും രക്ഷയില്ല. തൊടുകൈക്ക് പറഞ്ഞേച്ച് പോകാം. ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചുകൊണ്ടൊന്നും സ്വർഗത്തിൽ പോവുകയല്ല. ഞാൻ പെന്തിക്കോസ, ബ്രദറാ, ഇവാഞ്ചലിക്കല, മാർത്തോമായ, ഓർത്തഡോക്സ, യാക്കോബായ, ലത്തീന, ലണ്ടന, ഏളി പോണേ രക്ഷിക്കപ്പെടണം. തോമസ് ലിഗ ഞങ്ങളുടെ പറമ്പിൽ കൂടെ അപ്പുറത്തെ പറമ്പിലോട്ട് നീ സ്വർഗത്തിൽ പോവുകയല്ല. ഞങ്ങൾ നെരണത്ത് തോമത്ത് കടവിലാ താമസിക്കുന്നത്, സ്വർഗത്തിൽ പോവുകയല്ല. കടവിൽ താമസിച്ചോ വെള്ളം പൊങ്ങുമ്പോൾ കരയ്ക്കോട്ടും പൊക്കോണം. സ്വർഗത്തിൽ പോണേ രക്ഷിക്കപ്പെടണം. ഞങ്ങളുടെ വീട്ടിൽ പാസ്റ്റർമാരുണ്ട്, അച്ഛനുണ്ട്, ചെമ്മാച്ചനുണ്ട്, കന്യാസ്ത്രീയുണ്ട്, മെത്രാൻ ഞങ്ങളുടെ വകയപ്പെട്ടതാ, ഗ്രീഗോറിയോസ്, നല്ല കാര്യം. അതൊന്നും സ്വർഗത്തിൽ പോകുന്നതല്ല. മനസ്സിലാകാരിയാന്നോ ഒത്തോണ്ട് തന്നെ ആക്കുകയാന്നോ? കാര്യം അറിയണ്ടേ? ഉപദേശിമാർക്ക് ഭക്ഷണം കൊടുത്തത് കൊണ്ടോ, അച്ഛന്മാർക്ക് ലോകായ്ക്ക് തുണി കൊടുത്തത് കൊണ്ടോ, പള്ളിക്ക് കുരിശൻ തൊട്ടി പണിത് കൊടുത്തത് കൊണ്ടോ, പെന്തിക്കോസ് ഗോള് പണിത് കൊടുത്തത് കൊണ്ടോ, സ്വോത്രകാഴ്ച കിട്ടുന്നത് കൊണ്ടോ സ്വർഗത്തിൽ പോകുകയല്ല. സ്വർഗത്തിൽ പോകണമെങ്കിൽ ദൈവം തമ്പുരാൻ വച്ചിരിക്കുന്ന വ്യവസ്ഥ, യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. അതല്ലാതെ വേറൊരു മാർഗവും ഇല്ല. രക്ഷിപ്പാൻ മാർഗം വേറെയില്ല, രക്ഷകനേശു താൻ വഴിയേ. രക്ഷിപ്പാൻ മാർഗം വേറെയില്ല, രക്ഷകനേശു താൻ വഴിയേ. വരുവീനി നല്ല സമയം വൃഥാവാകാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീനി നല്ല സമയം വൃഥാവാകാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. കെട്ടിയ വീടും നീലം പോലുള്ളും കണ്ടിടും ഊറ്റോർ ഉടയവരും. കെട്ടിയ വീടും നീലം
അപ്പൊ ശ്രദ്ധിക്കുക, ദൈവം വച്ചിരിക്കുന്ന ഒരേ ഒരു വ്യവസ്ഥ രക്ഷിക്കപ്പെടണം. എന്നാൽ ഈ ഗലാത്യ വിശ്വാസികൾ ഈ മാർഗത്തിൽ വന്നിട്ട് ന്യായപ്രമാണവും കർമാചാരങ്ങളും നീതി പ്രവൃത്തിയും കൊണ്ട് രക്ഷപ്പെടാന്ന് ധരിക്കുക ചിലര്. അപ്പൊ ഇതിനെതിരെയാ പൗലോസ് ഈ ലേഖനം എടുത്തിരിക്കുന്നത്. നീതി പ്രവൃത്തി കൊണ്ട് മേളിപ്പോക്ക് നടക്കുകയല്ല, കർമ്മമാർഗം കൊണ്ട് മേളിപ്പോകാനൊക്കുകയല്ല, ന്യായപ്രമാണത്തിന്റെ ആചാരങ്ങൾ കൊണ്ടോ അനുഷ്ഠാനങ്ങൾ കൊണ്ടോ മേപ്പോട്ട് പോക്ക് നടക്കുകയല്ല. പിന്നെ എങ്ങോട്ടാ പോകുന്നെന്ന് ഇച്ചിരി കഴിഞ്ഞ് ഞാൻ പറയാം. അപ്പൊ ഗലാത്യ ലേഖനം എഴുതാനുള്ള കാരണത്തിൽ പ്രധാനപ്പെട്ട കാരണം അതാ. അത് മുമ്പോട്ട് പോകാം. ഓരോ അധ്യായത്തിലും പൗലോസ് ഓരോ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഒന്നാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട വിഷയം, ചിലര് ശപിക്കപ്പെട്ടവരാ, അവരോട് യോജിക്കരുത്. ശപിക്കപ്പെട്ട ഒന്ന് രണ്ട് കക്ഷികൾ, അവരോട് യോജിക്കരുത്. ആ ശപിക്കപ്പെട്ടത് ആരാന്ന് ചോദിച്ചാൽ വിപരീത ഉപദേശം പ്രസംഗിക്കുന്നവർ, ദുരുപദേശകന്മാർ. അവര് അപ്പോൾ വിപരീത ഉപദേശം പ്രസംഗിക്കുന്ന ചിലരുണ്ട്. ഒന്നാം അധ്യായത്തിന്റെ 8-ാം വാക്യം വായിക്കാം. അറിവുള്ള വാക്യമാ എങ്കിലും ഒന്ന് വായിക്കാം. ഇന്ന് ചൂപ്പാസ് തന്നെ വായിക്കേണ്ടി വരും, അവരൊത്തോണ്ടാ. ഞാൻ മുന്നോട്ട് കയറി മൈക്ക് കൊടുക്ക, ഞാൻ കൊടുക്കാം. ഞാനല്ലയോ ഇതെല്ലാം ഒപ്പിച്ചത്. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി നിങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്ന്, ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ എന്ന് പറഞ്ഞ വിപരീതം പറയുന്നവൻ ശപിക്കപ്പെട്ടവൻ, അവനുമായിട്ട് യോജിച്ചേക്കരുതെന്ന്. എന്തുവാ ഈ വിപരീതം? നല്ല കാര്യം പറഞ്ഞ നേരെ എതിര്. പൗലോസ് വളരെ അവിടെ കർക്കശമായിട്ട് പറഞ്ഞല്ലോ, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ച സുവിശേഷം. 6-ാം വാക്യം വായിച്ചേ സഹോദര. നമ്മുടെ KSRTC മൈക്ക് കൂടെ. ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക്, നിങ്ങൾ വേറൊരു സുവിശേഷത്തിലേക്ക് പോകുന്നു. അത് പാടില്ല. ഗലാത്യ വിശ്വാസികൾ വേറൊരു സുവിശേഷത്തിലേക്ക് തിരിയുന്നു, അത് പാടില്ല. അങ്ങനെ ആ വേറൊരു സുവിശേഷവുമായിട്ട് വന്ന് വിപരീത ഉപദേശം പഠിപ്പിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാണ്. സ്തോത്രം. അതിനുമായിട്ട് ഉപദേശപരമായിട്ട് യോജിക്കാനൊക്കെയല്ല. ഇപ്പം അങ്ങനെയുള്ളവരെ മാത്രം മതി ചിലർക്ക്. അത് പറഞ്ഞ പുള്ളി ഇളക്കും, പുള്ളി നന്നായിട്ട് ഇളക്കുകാരെ ആവശ്യം. കേറ്ററിംഗുകാർക്ക് അവിടെ ഒത്തിരി സാധനം ഇളക്കാനുണ്ട്, അടി പിടിക്കാതിരിക്കാൻ അല്ലേ. ഒലത്തിറച്ചി അടി പിടിക്കരുത്. പായസം ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് ഇളക്കണം. പിന്നെ പറ, നിങ്ങൾക്കറിയാന്ന് പറഞ്ഞിട്ട് ഞാൻ എനിക്കറിയാന്ന് പറയാം. ഒക്കുന്നെങ്കിൽ നമുക്ക് യോജിച്ചു പോവാം. അവിയൽ ഇളക്കണം, അടി പിടിക്കാതിരിക്കാൻ അവിടെ നന്നായിട്ട് ഇളക്കുകാരെ അല്ലേ ആവശ്യം. വചനം കേൾക്കുമ്പോ ഇളകിക്കോണം, ഉപദേശം കേൾക്കുമ്പോ ഇളകിക്കോണം. ഒക്കുന്നെങ്കിൽ നൃത്തം ചെയ്യാമെങ്കിൽ എഴുന്നേറ്റ് നൃത്തം ചെയ്തോണം. ചുമ്മാ കിടന്ന് ഇളക്കരുതെന്ന്. വിപരീത ഉപദേശം പ്രസ്താവിക്കുന്നവരാണ് ശപിക്കപ്പെട്ടവരാ. അതെ, ഞാന് ചിലരുടെ മുഖത്തിനൊരു മ്ലാനത പോലെ, അതുകൊണ്ട് ആ ഭാഗത്ത് അധികം നിൽക്കുന്നില്ല. സ്തോത്രം. അപ്പൊ 1-ാം അധ്യായത്തിൽ പറയുക, ആ വിപരീത ഉപദേശം പ്രസംഗിക്കുന്നവരുണ്ട്, അവർ ശപിക്കപ്പെട്ടവരാ. എന്തുവാ സുവിശേഷം? ആ സുവിശേഷം യേശു ക്രിസ്തുവാ. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്ത ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. വേറൊരു മധ്യസ്ഥനുമില്ല, ഒരു ഇടനിലക്കാരുമില്ല, ഒരു പുണ്യാളനുമില്ല, ഒരു കുഞ്ഞുങ്ങളുമില്ല. ഒരുവൻ മാത്രമേ രക്ഷിക്കാൻ പ്രാപ്തനുള്ളൂ, നസ്രയനാകുന്ന യേശു ക്രിസ്തു. ഇതിന് വിരുദ്ധമായി വിപരീതമായി പറഞ്ഞാൽ അവൻ ശപിക്കപ്പെട്ടവനാണ്. ഇടയ്ക്കാരെ നിർത്തണ്ട. സ്തോത്രം. അപ്പൊ 1-ാം അധ്യായത്തിൽ കർക്കശമായി കാര്യം പറഞ്ഞു.
2-ാം അധ്യായത്തില് ഈ പറഞ്ഞിട്ട് പൗലോസ് 2-ാം അധ്യായത്തിൽ പറഞ്ഞു, ഈ സുവിശേഷത്തിന്റെ സത്യം അനുസരിച്ച്, സുവിശേഷം കേട്ടാണല്ലോ നിങ്ങൾ ഈ മാർഗത്തിൽ വന്നത്. അപ്പൊ സുവിശേഷത്തിന്റെ സത്യം അനുസരിച്ച് നിങ്ങൾ ചൊവ്വായിട്ട് നടക്കണം. ചൊവ്വായിട്ട് നടക്കണം. ചൊവ്വായിട്ട് നടക്കണം. ആ 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം വായിച്ചേ. അവർ സുവിശേഷത്തിന്റെ സത്യം അനുസരിച്ച് ചൊവ്വായി നടക്കുന്നില്ല എന്ന് കണ്ടിട്ട്. ഇത് പൗലോസ് കണ്ടു. കുറെ പേര് സുവിശേഷമൊക്കെ കേട്ടു രക്ഷിക്കപ്പെട്ട് ഇനി ആരുണ്ടെന്ന് ചോദിച്ചപ്പോ കൈ പൊക്കി, ഒന്നെ കൊണ്ട് പേപ്പർ കൊണ്ട് കൊടുത്തു. ഇപ്പൊ അങ്ങനെ രക്ഷിക്കപ്പെടാൻ ടിക്ക് ചെയ്യുക കൊണ്ട് കൊടുക്കുമ്പോ ഒന്നെ പ്രധാനപ്പെട്ട ആള് 9 പേര് രക്ഷിക്കപ്പെട്ടു. ഏതാ? ടിക്ക്. അതല്ല മാനസാന്തരം. ചെയ്ത തെറ്റിനെ പറ്റി പശ്ചാത്താപം വരും. സുവിശേഷത്തിന്റെ നിർമ്മല വചനം അകത്ത് കയറുമ്പോൾ, യേശുക്രിസ്തുവിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് മരിച്ചുവെന്നറിയുമ്പോൾ, അത് മനസ്സിലാക്കുമ്പോൾ, വിശ്വസിക്കുമ്പോൾ, ചെയ്ത തെറ്റിനെ പറ്റി പശ്ചാത്താപം വരും. ഏറ്റു പറയും, അനുദപിക്കും, ഉപേക്ഷിക്കും, ക്രിസ്തുവിനെ ഉള്ളത്തിൽ ഏറ്റെടുക്കും. ചിലപ്പോൾ അത് ദിവസങ്ങളോളം ആ കരച്ചിലും അനുതാപവും കാണും. അത് അപ്പുറം ഇപ്പുറം ആരിയ്ക്കുന്നു നോക്കത്തില്ല. ഉപ്പാപ്പൻ അപ്പുറം ഇരിക്കുന്ന പള്ളി സെക്രട്ടറി ആവുന്ന ഉപ്പാപ്പനൊന്നും വിജയമേ അല്ല. യേശു ഉള്ളത്തിൽ വന്ന ഉപ്പാപ്പൻ വിജയമാണോ? കുടുംബയോഗത്തിന്റെ പ്രസിഡന്റാ ഞങ്ങളുടെ അമ്മാച്ചൻ വല്ലോ ദൈവത്തിന് വിജയമാണോടാ? സ്തോത്രം. ഉള്ളത്തിൽ യേശു വന്നു കഴിയുമ്പോൾ ഇതൊന്നും വിഷയമല്ല. അനുതാപഹൃദയത്തോടെ അവർ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കും. അനുതാപത്തിൻ മിഴിനീരോടെ പിഴകളേറ്റു പറയുമെങ്കിൽ, അനുതാപത്തിൻ മിഴിനീരോടെ പിഴകളേറ്റു പറയുമെങ്കിൽ, കരുണയുള്ള യേശുനാഥൻ ക്ഷമയരുളും നിശ്ചയമാ. യേശുനാഥൻ ക്ഷമയരുളും നിശ്ചയമാ. മൺമയമാ ഈയുലകിൽ കാൺമതല്ല മായയത്രേ. മൺമയമാ ഈയുലകിൽ കാൺമതല്ല മായയത്രേ. ഈ കാണുന്നതെല്ലാം താൽക്കാലികം, കാണാത്തതോ നിത്യം. അതിനാ ഒരു കണ്ടത്. അപ്പൊ ഇങ്ങനെ അനുദപിച്ച് രക്ഷിക്കപ്പെട്ട് കൃപയിൽ വന്ന ദൈവമക്കൾ അവരോട് 2-ാം അധ്യായത്തിൽ പറയാ, ഈ സുവിശേഷം കേട്ട് രക്ഷയിൽ വന്ന നിങ്ങളെ ചൊവ്വായിൽ നടക്കണമെന്നല്ല. മനസ്സിലായോ? അപ്പൊ അവിടെ സ്ഥലമൊക്കെ മേടിക്കുന്നെന്ന് കേൾക്കുന്നു. സ്തോത്രം. ചൊവ്വായി പോയി നടക്കുന്ന കാര്യമല്ല. ഈ ഭൂമിയിൽ നിങ്ങൾ നേരും ചൊവ്വിനും മനസ്സിലാകുന്ന ഭാഷ പറയാം, മാനം മര്യാദയ്ക്ക് നടന്നോണമെന്ന്. നീ പെന്തിക്കോസുകാരനാണെങ്കിൽ പെന്തിക്കോസുകാരന്റെ നടപ്പ് നടക്കണം. ഹോളിനകത്ത് വരുമ്പോ പെന്തിക്കോസും, ടൗണിൽ പോകുമ്പോ ഉന്തിക്കോസും. എം.എൽ. ജോർജ് കുട്ടിയുടെ അപ്പം പണ്ട് പറഞ്ഞത് ഒക്കത്തില്ല. സൺഡേ 10 മുതൽ 12:30 വരെ പെന്തിക്കോസ്, 2:30 മുതൽ ഇപ്പൊ നിങ്ങൾ ഇതാ ഞങ്ങൾ വായിക്കാൻ വരാത്തത്. അതുകൊണ്ടാണ് ഞാൻ പുള്ളിയെ മുന്നിൽ ഇപ്പൊ ഇരുത്തിയത്. സ്തോത്രം. ചൊവ്വായിട്ട് നടന്നോണം. നീ ഒരു ദൈവ പൈതല. നിന്നെ കാണുന്നവര് പറയണം പെന്തിക്കോസുകാരനാ, പെന്തിക്കോസുകാരിയാ, ക്രിസ്ത്യാനിയാ, വേറെ പുസ്തകം അനുസരിക്കുന്ന ആൾക്കാരാ. അവിടെ ഞാൻ ആ ഭാഗം നിങ്ങൾ ചോദിക്കുക, ദൈവമേ ഇത് ഇപ്പം ഈ പുള്ളിയുടെ ഉന്നം എന്നാന്നുള്ളതാ? വേണ്ട വേണ്ട വേണ്ട, നിങ്ങൾ മനപ്രയാസപ്പെടണ്ട, നമ്മൾ എടുത്ത ഭാഗത്തോട്ട് വരുന്നുണ്ട്. അപ്പൊ 1-ാം അധ്യായത്തിൽ ശപിക്കപ്പെട്ട കുറെ ആൾക്കാരുണ്ട്. അവരുമായിട്ട് യോജിക്കരുത്. അതായത് വിപരീതോപദേശം പറ, ദുരുപദേശക്കാരാ. ഒന്ന് ഇടുക, തള്ളി ഇടുക, ഉരുട്ടിക്കൊണ്ട് നടക്കുക, ഛർദ്ദിപ്പിക്കുക, അങ്ങനെ ഒത്തിരി ഉണ്ടല്ലോ.
വണ്ടി നമ്പർ പറയുക. വണ്ടി നമ്പർ പറഞ്ഞാൽ എന്നെ ആത്മീയ ഉണർവാ. KL 4334. എന്തോ ഉണർവുണ്ടാകാൻ എനിക്ക് മനസ്സിലാകുന്നില്ല. 5 പെണ്ണുങ്ങളുടെ പേര് വിളിച്ചു പറഞ്ഞു. അത് നിങ്ങളവിടെ എന്തോ ഉണർവുണ്ടാകാൻ. സ്വന്തം ഭർത്താവ് 1000 വിട്ടും വിളിച്ചു മോളി അനുസരിച്ചിട്ടില്ല, എന്നിട്ടില്ല. എങ്ങാണ്ട് ഇവിടെ ഉപദേശിച്ച് ഇവിടെ ഒരു മോളി ഉണ്ട്. അപ്പോ നിനക്ക് വട്ടല്ല പിന്നെ എടാ, സ്വന്തം മാപ്പിള വിളിച്ചിട്ട് വിളി എന്നുമില്ല, പോയുമില്ല, അനുസരിച്ചുമില്ല. എങ്ങാണ്ട് ഇവിടെ നോൻ വിളിച്ചപ്പോ അടാ ഞാൻ എന്നെ താടിക്കായി കൊടുത്തിരിക്കുന്നത്, സങ്കടപ്പെടുന്നത്. സുവിശേഷത്തിന്റെ സത്യമുണ്ട്, സുവിശേഷത്തിന് നിർമ്മലതയുണ്ട്. വേറൊരു സുവിശേഷത്തിന് നീ വഴിപ്പെട്ടു പോകരുത്. എന്തുവാ സുവിശേഷം? യേശു ക്രിസ്തു ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്ത ഒരുവൻ. അത് മാത്രമാണ് നമ്മുടെ സുവിശേഷം. അതെ, ആ ഭാഗം പഠിക്കുക. 2-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞു, ഇങ്ങനെ സുവിശേഷമൊക്കെ കേട്ട് ഈ കൃപയിൽ വന്ന നിങ്ങൾ ചൊവ്വായിട്ട് നടക്കണം. നടന്നില്ലേ പരിപാടി വിജയിക്കത്തില്ല. അതാ ഞാൻ വിവരിക്കുന്നില്ല. 2 ചൊവ്വായിട്ട് നിങ്ങൾ നടക്കണം. 3-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞു, ആത്മാവിൽ ആരംഭിച്ചിട്ടിപ്പം ജഡത്തില. 3:3 വായിച്ചേ. ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ടോ അവസാനിപ്പിക്കുന്നത്. ഇപ്പോൾ ജഡം കൊണ്ടോ അവസാനിപ്പിക്കുന്നത്. ജഡം കൊണ്ടാണോ ഇപ്പോൾ സമാപിക്കുന്നത്? ആത്മാവിലാണ് നിങ്ങൾ ആരംഭിച്ചത്. ഇപ്പോൾ എന്നാലും ഞാൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, പണ്ട് അച്ഛൻ പറഞ്ഞ കാര്യം കടമെടുക്കുക. നമ്മൾ ആത്മരക്ഷയില തുടങ്ങിയത്, ഇപ്പം വന്ന് ദേഹരക്ഷയില നിൽക്കുന്നത്. ആത്മരക്ഷ തുടങ്ങിയതാ. അന്ന് മുട്ടയിലിരിക്കുമായിരുന്നു, ഇപ്പൊ അതൊന്നും ഒക്കത്തില്ല, ദേഹരക്ഷയാ. പക്ഷെ അത് തിരുമിച്ചേച്ചിരിക്കുക. അതുകൊണ്ട് കിഴിയൊക്കെ കുത്തി പിടിച്ചിലും ആട്ടായിരിക്കണ്ട. ദേഹരക്ഷയില ഇപ്പം നിർത്തിയേക്കുന്നത്. പണ്ട് നന്നായിട്ട് കൈയടിക്കുമായിരുന്നു, വീശി അടിക്കുന്ന ആള് ഇപ്പൊ ഇങ്ങനെ തൂത്തിരിക്കുക. ദേഹരക്ഷയില. പണ്ട് ഞായറാഴ്ച സഭായത്തിന് പഴയ പെന്തിക്കോസുകാര് ഇപ്പോഴും ഉണ്ട് ചിലര്, ഞായറാഴ്ച ഒന്നും കഴിക്കത്തില്ല. അങ്ങനെ പ്രമാണമൊന്നുമില്ല, പക്ഷെ ഒരു രീതിയാ. ഞായറാഴ്ച രാവിലെ പിള്ളേർക്ക് പോലും കൊടുക്കുകയല്ല. അത് പിള്ളേരുടെ വൈരാഗ്യം ഉണ്ടായിട്ടല്ല. ഇന്ന് നല്ല എടുപ്പെടുത്തേച്ചാ വന്ന് സഭായത്തിന്. ആ നോട്ടോ ഇരിപ്പം കാണുമ്പോൾ അറിയാം, ഒരു മയക്കവും കടലക്കറിയാന്നേ പറയുകയും വേണ്ട. പണ്ട് ഞങ്ങളെ ബൈബിൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു സഹോദരൻ രസികനാ. പുള്ളി ചിലപ്പം കിച്ചൺ ഡ്യൂട്ടിക്ക് പോകും. അപ്പം ഞങ്ങൾ ചോദിക്കും, ഇന്ന് എന്നെ അവിടെ പുള്ളിയുടെ ഡയലോഗാ, ഇന്ന് ആനമയക്കും കുസ്തിക്കുരുവും എന്ന് പറഞ്ഞ ഉപ്പുമാവ് അത് കഴിച്ചാൽ സൂക്ഷം. അത് ആനമയക്ക്, ഗുസ്തിക്കുരു കടല. നല്ല എടുപ്പെടുത്തേച്ച ഈ സഭായത്തിന് ചിലർ വന്ന് ഇരിക്കുന്ന ഇരിപ്പ് കാണുമ്പോൾ അറിയാം, മയങ്ങി തൂങ്ങിയുള്ള ഇരിപ്പം. പിന്നെ എല്ലാത്തിനും അങ്ങ് കൈ പൊക്കും. വേണ്ടതിനും വേണ്ടാത്തതിനും എല്ലാം. പണ്ട് നിയമസഭയിൽ എങ്ങാണ്ട് പറഞ്ഞ 3 ഒട്ടകത്തെ ഇറക്കുന്ന ഒരാൾ പറഞ്ഞു, ഞങ്ങളുടെ സമുദായത്തിന് ഒരെണ്ണം വേണമെന്ന്. ഒട്ടകം എന്തിനാ? ആരാ പറഞ്ഞ എന്നാന്നൊന്നും ചോദിക്കരുത്. പുള്ളി ഉറങ്ങുകയായിരുന്നിരുന്നു. എന്നാ പറഞ്ഞാലും പുള്ളിയുടെ സമുദായത്തിന് ഒരെണ്ണം, 3 ഒട്ടകം. ചുമ്മാ കൈപൊക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഈ ശ്രദ്ധിക്കുക, 3-ാം അധ്യായത്തിൽ പറയുക, നിങ്ങൾ ആത്മാവിൽ ആരംഭിച്ചിട്ട് ഇപ്പം ജഡത്തിൽ കൊണ്ടുവന്ന് സമാപിക്കുകയാണോ? ആത്മരക്ഷയിലാ തുടങ്ങിയത്, ഇപ്പം ദേഹരക്ഷ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുക. അധികം കൈയടിക്കാനൊക്കത്തില്ല. സഭായക ഒത്തിരി ടൈമൊന്നും എടുക്കരുത്. സൂക്ഷം 10, സൂക്ഷം 12, അല്ലെ 12:30. ഞാൻ കുറ്റമല്ലേ പറഞ്ഞത്. പണ്ടത്തെ സഭായൊക്കെ പഴയ ആൾക്കാർ പറഞ്ഞു, എന്നേക്കാൾ അനുഭവം നിങ്ങൾക്കുണ്ടല്ലോ. 2 2:30 ആയാലും പോകുകയല്ല. തീപ്പൊരി ആരാധനയാ. സ്തോത്രം. അത് കഴിഞ്ഞാലും പോകാൻ താല്പര്യമില്ല. ഈ മക്കൾ ഒന്നിച്ച് സന്തോഷം. അത് കഴിഞ്ഞാൽ ചെടുത്ത് പരസ്യയോഗം നടത്തും സഭയായിട്ട്. ഇന്നിത് കഴിഞ്ഞെല്ലാം രഹസ്യയോഗമാണ്. പാസ്റ്ററെ മാറ്റുന്ന കാര്യമാണ് രഹസ്യയോഗം. അപ്പൊ പഴയ രീതികളല്ലെന്നായി പറഞ്ഞത്. ആത്മാവിൽ ആരംഭിച്ച് ആത്മരക്ഷ തുടങ്ങി ഇപ്പം ദേഹരക്ഷ നിർത്തിയിരിക്കുക. ചില പറയത്തില്ലേ, ഫാസ്റ്റിംഗ് എടുക്കരുത്. കഴിവിന്റെ പരമാവധി രാവിലെ ഒരു ബിസ്ക്കറ്റ് എങ്കിലും. പിന്നെ
ദേഹരക്ഷയില്ല. നമുക്കൊരു മുടിരാത്രി പ്രാർത്ഥനയുണ്ട്. പാസ്റ്റർ, മുടിരാത്രി വേണ്ട, ഒരു 12:30 മണിയാകുമ്പോൾ അങ്ങ് സ്റ്റോപ്പ് ചെയ്യണം. പിന്നെ ഒരു കട്ടനോ ബണ്ണോ. അതിനെ അമ്മാമേ, എനിക്ക് അങ്ങനെ ഉറക്കം വിളയ്ക്കാനൊന്നും. ഞാൻ ഇന്നാൾ ഞങ്ങളുടെ സഭയെ പ്രസംഗിച്ചവൻ പറഞ്ഞ് കുഴപ്പമില്ല, ആർക്കും വരാതിരിക്കട്ടെ, പക്ഷെ ഞാൻ കടത്തി പറയാം. ചിലർ ശ്രദ്ധിച്ചിട്ടുണ്ട്, അങ്ങനെ ഇതുമ്പോൾ മോളെ കല്യാണം കഴിച്ചു, കുടുംബജീവിതം ദൈവം അനുഗ്രഹിച്ചു, ഒരു തലമുറ ഉദരത്തിൽ ഉരുവായി, വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തി, അവളെ ശുശ്രൂഷിച്ചു, ആദ്യത്തെ കുഞ്ഞാ. അങ്ങനെ ഇരിക്കുമ്പോൾ ഡേറ്റ് അടുക്കാറായപ്പോൾ മോക്ക് ഒരു പെയിൻ, പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഇവിടെ അടുത്ത് തന്നെ KM ചെറിയാനാ, എവിടെ അല്ലെ പുഷ്പഗിരി, എവിടെയോട്ടെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളടത്ത്. ഞാനിപ്പോൾ ആശുപത്രിയുടെ പരസ്യത്തിന് വന്ന ആളില്ലല്ലോ. ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. വൈകുന്നേരം 5:30 കൊണ്ടുപോയി അങ്ങ് ധരിക്കുക. വൈകുന്നേരം 5:30 മോളെ അകത്തോട്ടം കയറി, പെയിനുമുണ്ട്, അവള് കരഞ്ഞോണ്ടാ കയറി. ആ പെറ്റതള്ള ഇല്ലയോ, സഹിക്കാൻ പറ്റുമോ? പെറ്റതള്ളയുണ്ട്, നോക്കി നിൽക്കുക. അമ്മ ഈ മാർഗത്തിൽ കൂടെ പോയതില്ലേ, അതുകൊണ്ട് അറിയാം. അമ്മ വേദനയോടെ നിൽക്കുക. ഉടനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നേഴ്സ് വന്ന് പറഞ്ഞ്, ആരാ കൂടെ വന്നേക്കുന്ന? ബ്ലസ്സിയുടെ കൂടെ. അയ്യോ ഞാനാ. വേറെ ആരെങ്കിലും ഉണ്ടോ? പപ്പായുണ്ട്. ഉടനെ പപ്പായും വന്ന്. ഉടനെ നേഴ്സ് പറഞ്ഞ്, ഇവിടുന്ന് പോകരുത്, ഇവിടെ തന്നെ. അവർ പറഞ്ഞില്ലേലും പോകുകയല്ല. ആ നിപ്പ് നിന്ന് 7:30 ആയപ്പോൾ വേറെ നേഴ്സ് വന്നിപ്പോൾ ചോദിച്ചു, എങ്ങനുണ്ട്? ഒന്നും പറയാനായിട്ടില്ല, അവിടെ നിൽക്കണം, പോകരുത്. രാത്രി 9:30 കഴിഞ്ഞു. അന്നേരം ഒരു നേഴ്സ് വന്നേച്ച് പറഞ്ഞല്ലേ, ചുമതലപ്പെട്ട് പറഞ്ഞു, ഒരു 5 കുപ്പി ബ്ലഡ് വേണമെന്ന്. ഉടനെ കുത്തിയിരുന്ന് ഫോൺ ചെയ്യുക. നടക്കുന്ന കാര്യമായി പറഞ്ഞത്. രാത്രി 1:30 ആയി, വെള്ളം പോലും കുടിച്ചില്ല. ഇടയ്ക്കിടയ്ക്ക് അവർ ഓരോ കാര്യം വന്ന് ചോദിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് സ്വസ്ഥത എന്നിട്ട് ആ ചില്ലിനിടയിൽ കൂടെ നോക്കുന്നുണ്ട്, അവിടെ കൊച്ചു കിടപ്പുണ്ടോന്ന്. രാത്രി 2:30 ആയി. അപ്പൊ ചോദിച്ചു, വല്ലോ എങ്ങനെയുണ്ട് ഡോക്ടറെ? ഒന്നും പറയാറായിട്ടില്ല. ആ നിപ്പ് നിന്ന് രാവിലെ 5:30. സഭയിൽ 1 മണി വരെ ഉള്ളായിരുന്നു. ഇപ്പോഴോ പറ കൊച്ചമ്മേ, സഭയിൽ എന്തൊരു മണ്ണെങ്കിലും കിട്ടിയാനും. ഈ രാത്രി എവിടുന്ന് മണ്ണ്? നിന്നെ ദൈവം ഇരുത്തുകയല്ലേ. പിറ്റേന്ന് രാവിലെ ആയിട്ടും ഡെലിവറി നടക്കുന്നില്ല. എന്നാ ഡോക്ടർ പറഞ്ഞു, മെയിൻ ഡോക്ടർ വരുന്നുണ്ട്, പുള്ളിയും കൂടെ ഒന്ന്. ഉടനെ അപ്പനോട് പറഞ്ഞു, നിങ്ങൾ പോയി വീട്ടിൽ പോയെന്നില്ല. ഇങ്ങനെ ഞാൻ പോകുന്നില്ല, മെയിൻ ഡോക്ടറെ കണ്ടേച്ച്. മെയിൻ ഡോക്ടർ വന്നപ്പോൾ 2:30. തലേന്ന് 5:30 കൊണ്ടുപോയതാ. പിറ്റേന്ന് അവസാനം മെയിൻ ഡോക്ടർ വന്നിച്ച് പറഞ്ഞു, ഡെലിവറി നടക്കില്ല, സിസേറിയൻ. ആർക്കും വരാതിരിക്കട്ടെ, ദോഷമൊന്നും വരാതിരിക്കട്ടെ. പക്ഷേ ഓൾ നൈറ്റ് ഇരുത്തുന്നുണ്ടോ? സഭയിലായിരുന്നു, ഇരിക്കായിരുന്നു. ഇത് പോയി ചുമ്മാ നിൽക്കുക. എന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു എന്നാ ആ ഭാഗം പറയുന്നില്ല, പോട്ടെ. ദൈവത്തിന് മഹത്വം. നിങ്ങൾ ആത്മാവിൽ ആരംഭിച്ചിട്ട് ഇപ്പൊ ജഡത്തിൽ കൊണ്ടുവന്ന് സമാപിപ്പിക്കുകയാണോ? അതാണ് 3-ാം അധ്യായത്തിലെ ചോദ്യം. 4-ാം അധ്യായത്തിൽ ഇത്രയും മിടുക്കനായ, ശ്രേഷ്ഠനായ, ഉന്നതനായ പൗലോസ് പറയാ, എനിക്കിപ്പോ പേടിയാണ്. 4:11 പൗലോസ് പേടിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെയായെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഭയപ്പെടുക. എനിക്കിപ്പോ പേടി. ഞാനൊത്തിരി കഷ്ടപ്പെട്ട്, കാരണം 18-ാം അധ്യായത്തിൽ ഗലാത്യയിൽ വന്ന സഭകളെ ഉറപ്പിച്ചെന്ന ആ 18-ാം അധ്യായത്തിന്റെ 24 അപ്പോസ്തല പ്രവൃത്തി ഒന്ന് വായിച്ചേ. 18-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം വായിച്ചേ. ഗലാത്യയിൽ പൗലോസ് വന്നെന്നുണ്ടല്ലോ. അപ്പോസ്തല പ്രവൃത്തി 18. അവിടെ കുറെ നാൾ താമസിച്ച ശേഷം പുറപ്പെട്ട് ക്രമത്താലെ ഗലാത്യദേശത്തും ഫ്രുഗ്യയിലും സഞ്ചരിച്ചു, ശിഷ്യന്മാരെ ഒക്കെയും ഉറപ്പിച്ചു. അപ്പൊ ഗലാത്യ പൗലോസ് എത്തി. ഇങ്ങനത്തെ ഇവരോട് വചനമൊക്കെ പറഞ്ഞ് ഇവരെ ഉറപ്പിച്ച് ധൈര്യപ്പെടുത്തി നിർത്തിയ പൗലോസ് ഇപ്പോൾ 4-ാം അധ്യായത്തിൽ പറയാ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെ ആയോ എന്ന് എനിക്ക് പേടി വരുന്നു. അതിനെ പേടിക്കാൻ കാര്യം തൊട്ട് മേളിൽ വാക്യം കിടപ്പുണ്ട്. 10-ാം വാക്യം വായിച്ചേ. 11 വായിച്ചത്, 10 വായിച്ചത്. നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും ഇപ്പൊ പ്രമാണിക്കണം. അതാ എനിക്കിപ്പോ പേടി. നിങ്ങളിപ്പം ബർത്ത്ഡേ ആഘോഷിക്കുന്ന, വെഡിങ് ആനിവേഴ്സറി, സപ്തതി, ഷഷ്ടി, പിന്നെ ആണ്ട്, ഇതെല്ലാം നിങ്ങളിപ്പോ ആചരിക്കുക. പേടി വരുന്നതെല്ലാം കണ്ടിട്ട്. അപ്പച്ചന് 70 വയസ്സ്, അമ്മച്ചിക്ക് 60 വയസ്സ്. രണ്ടിനെയും കൂടെ 2 കസേര എടുത്തി. കൊച്ചുമക്കൾ ഇപ്പൊ കാശുണ്ട്, പഴയ പരിവക്കേടല്ല മാറി. പഴയ പരിവ പണ്ട് കട്ടൻ കപ്പയും ഏതാ 18 കപ്പ ഗോതി അരിഞ്ഞത്.
അത് ഊറ്റി തിളപ്പിച്ച് അതിന്റെ കട്ട് ഇതുവരെ പോയിട്ടില്ല. നിന്റെ ഇരിപ്പ് കാണാൻ പറയാം പഴയ കട്ടുണ്ടെന്ന്. ഇപ്പൊ പിള്ളേർ അമേരിക്കയിലും കാനഡയിലും പേർഷ്യയിലും ഒക്കെ പോയി, നല്ല കാര്യം, ദൈവം അനുഗ്രഹിക്കട്ടെ, അവർക്ക് ഒരു ദോഷവും വരാതിരിക്കട്ടെ. പക്ഷെ ഇപ്പൊ 10 പുത്തനായി ഇപ്പൊ പിള്ളേർക്ക് ഇച്ചിരി ഇളക്കം, മൂപ്പിലായിക്ക് ഇച്ചിരി ഇളക്കം. ഇപ്പൊ 2 എണ്ണത്തിന് 2 കസാര ഇരുത്തി കേക്കും കൊണ്ടുവന്ന് മുറിച്ച് സപ്തതി ഷഷ്ടി. ചിലടത്ത് പാസ്റ്റർമാരെ വിളിക്കും, പാസ്റ്ററും കൂടെ ഒന്ന് കേക്ക് മുറിക്കാനോ. എന്നെ മുഖത്തല്ല ഒരു സ്തോത്രം. നിങ്ങൾ ഈ വിട്ടതല്ല ഇപ്പൊ ആചരിക്കുക. ദിവസങ്ങൾ, മാസങ്ങൾ, കാലങ്ങൾ, ആണ്ടുകൾ ഇതെല്ലാം പ്രമാണിക്കുന്നത്. അതുകൊണ്ട് എനിക്കിപ്പോ പേടിയാന്ന് പൗലോസ് പറയുക. ഞാൻ നിങ്ങൾക്ക് അധ്വാനിച്ചതെല്ലാം വെറുതെ, എനിക്ക് ഭയം ഉണ്ടാകും. അതാണ് 4-ാം അധ്യായം. ആട്ടെ, ഞാൻ ആ ഭാഗമൊന്നും വിവരിക്കുന്നില്ല. ഇത് സഭാഗോളിനകത്തായിരുന്നെങ്കിൽ കുറച്ചുകൂടെ. പാസ്റ്റർ ഇപ്പാറാ ചിന്തിക്കുന്നത്, പാസ്റ്റർ ഇതിനകത്ത് പറഞ്ഞാൽ മതിയായിരുന്നു, അങ്ങനെ പുറത്ത് പറഞ്ഞ ഇച്ചിരി വരിക, ഇതിൻ്റെ ഒരു ഫൗണ്ടേഷൻ ഇട്ട് വരണ്ടേ. അപ്പൊ ശ്രദ്ധിക്കുക, 4-ാം അധ്യായത്തിൽ പൗലോസ് ഭയപ്പെടുന്നു. 5-ാം അധ്യായത്തിൽ ഇങ്ങനെ ഭയപ്പെട്ട പൗലോസ് ഇവരോട് കർക്കശമായി പറഞ്ഞു, ജഡത്തെ അതിന്റെ രാഗമോഹത്തോടെ കൂടെ ക്രൂശിച്ചോണം. 5:24. ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. ക്രൂശിക്കണം. ജഡത്തിന്റെ ഇച്ഛ, ജഡത്തിന്റെ രാഗം, ജഡത്തിന്റെ മോഹം, ജഡത്തിന്റെ ആവേശം, ജഡത്തിന്റെ തൃഷ്ണ, അത് പാടില്ല. അതിനെ പിടിച്ചടക്കണം. ജഡാഭിലാഷം ആത്മാവിനും, ആത്മാഭിലാഷം ജഡത്തിനും വിരോധം. ഇവർ തമ്മിൽ ഉടക്ക. ദൈവമക്കൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മസ്നാനം പ്രാപിച്ച ദൈവമക്കൾ അതിനെ ജയിക്കണം. 6-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം വിതയ. ആത്മാവിന്റെ വിതയും ജഡത്തിന്റെ വിതയും 2 വേദ. 6:8. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. ദൈവത്തിന് മഹത്വം. 2 തരത്തിലെ വേദ. ദൈവമക്കളെ ആത്മാവിൽ വിതച്ചോണം. ഈ മിറ്റത്ത് നടത്തുന്ന യോഗം ആത്മാവിൽ വിതയ്ക്കുക. വളരെ ചെലവ് ചെയ്ത, ഈ അല്പം മഴയുടെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, എന്നാലും ഇത്രയും മനോഹരമായി പന്തലുമൊക്കെ ഇട്ട് ഈ സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കി ദൈവദാസന്മാരെയൊക്കെ വിളിച്ച് ഇതിന്റെ മുമ്പിൽ ഒത്തിരി അധ്വാനമുണ്ട്, ചെലവുണ്ട്. ഇത് ആത്മാവിന്റെ വിതയാണ്. ഇത് കൊയ്യുന്നൊരു സുദിനമുണ്ട്. ചിലപ്പോൾ ഷായിച്ചാനോ ആന്റിയോ പിള്ളേരോ ഇല്ലെങ്കിലും ഈ ശുശ്രൂഷിക്കുന്ന ഞങ്ങളും ഈ ദൈവദാസന്മാരും ടൗൺ സഭയിൽ ഇല്ലെങ്കിൽ കർത്താവ് വരാൻ താമസിച്ചാൽ ഇത് കൊയ്യുന്നൊരു സുദിനമുണ്ട്. ഇത് നഷ്ടമല്ല, ഇത് വിതച്ചോണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ആത്മാവിന്റെ വിത, ജഡത്തിന്റെ വിത പാടില്ല. അപ്പോൾ 6 അധ്യായത്തിൽ 6 കാര്യങ്ങൾ പൗലോസ് വളരെ കർക്കശമായിട്ട് ഇവരോട് പറഞ്ഞു. എന്നിട്ട് 14-ാമത്തെ വാക്യത്തിൽ പറയുക, എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രശംസിപ്പാൻ ഇടവരരുത്. അപ്പോൾ ഇന്ന് രാത്രിയിൽ നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം ക്രൂശിൽ പ്രശംസിപ്പാനുള്ള കാരണം എന്താ. ഒരു വ്യക്തി ക്രൂശിൽ പ്രശംസിക്കുന്നത്, ക്രൂശിൽ പ്രശംസിപ്പാൻ കാരണമല്ല. ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട ഒരു ദൈവവൈദ്യന് വല്ലോൻ 2 കാര്യം പറയാനുണ്ടെങ്കിൽ അത് കാൽവറി ക്രൂശിലാണ്. ഞാൻ തന്നെ ജ്ഞാനത്തിലും, ധനവാൻ തന്നെ ധനത്തിലും, ബലവാൻ തന്നെ ബലത്തിലും പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നവൻ യഹോവയിൽ പ്രശംസിക്കണം. പൗലോസ് വളരെ കർക്കശമായി പറഞ്ഞു, എനിക്ക് യേശുവിന്റെ ക്രൂശിൽ മാത്രമാണ് പ്രശംസിക്കുന്നത്. ജഡത്തിൽ പ്രശംസിപ്പാൻ ഒത്തിരി വകയൊക്കെ ഉണ്ട്. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ബെന്യാമീൻ ഗോത്രജൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി നിമിത്ത സഭയെ കണ്ടമാനം, ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനന്യൻ. മാത്രമാണോ റോമാ പൗരത്വം ഉള്ളത്? അത് കാശ് കൊടുത്ത് മേടിച്ചതല്ല, ജന്മത്തമായിട്ട് കിട്ടിയത്, ജന്മനാ ലഭിച്ചതാ. നിങ്ങൾ കാശ് കൊടുത്ത് മേടിച്ചതാ. എനിക്കിത് ജനനത്തിലേ കിട്ടിയതാ. കിലിക്കയിലെ തർസോസിലാണെങ്കിലും റോമാ പൗരത്വമാ. പിന്നെ പൗലോസിനെ പറ്റി ചരിത്രകാരന്മാർ പറഞ്ഞ കപ്പലും ഒക്കെ ഉണ്ടായിരുന്ന കപ്പലുടമസ്ഥന്റെ മകനായിരുന്നെന്ന. മാത്രമല്ല യഹൂദ മതത്തിന്റെ അറിവും അതിന്റെ ചീർപ്പും. അതിലെ ഗലാത്യരെഴുതി പറഞ്ഞു, യഹൂദ മതത്തിൽ എന്റെ മുമ്പിലത്തെ നടപ്പ് നിങ്ങൾക്ക് അറിയാമായിരുന്നല്ലോ. എന്തുവാ മുമ്പിലത്തെ നടപ്പ്? ഈ മാർഗക്കാരെ കണ്ട അന്നേരം കൊല്ലും. അതായിരുന്നു നേരത്തെ നടപ്പ്. ഈ മാർഗം എന്റെ ഭാഷ പറയാ, കമ്മലുമാലെ ഊരി സഹോദരിമാരെ മീജ വടിച്ച് ആണുങ്ങളെയും കണ്ട അന്നേരം തട്ടും. സ്തോത്രം. അതിന് നീളമുണ്ടോ? അത് പൊക്കിയേച്ച് സ്തോത്രം. യഹൂദ മതത്തിലെ എന്റെ മുമ്പിലത്തെ നടപ്പ് മതഭ്രാന്ത് കയറിയവനാ.
ഈ മാർഗക്കാരെ കണ്ട കൊല്ലാൻ നടക്കുന്നവരെ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നിങ്ങൾ അപ്പോസ്തലപ്രവൃത്തി പഠിച്ചേ. ഈ മാർഗക്കാരെ കണ്ട കൊല്ലാൻ നടക്കുക. സ്തേഫാനോസിനെ കല്ലെറിയാൻ പോയ ആൾക്കാരുടെ വസ്ത്രമല്ല ഇങ്ങരുടെ കയ്യിലില്ലയോ കൊടുത്തത്. പുള്ളി പറഞ്ഞ് തുണി വെച്ചേച്ച് അവനെ കൊന്നേച്ച് വരാം, തുണിയൊക്കെ തിരിച്ചു തരാം, വേറെ പുതിയ തുണി മേടിച്ചു തരാമെന്ന്. സ്തോത്രം. അങ്ങനെ എഴുതിയിട്ടില്ല. പാസ്റ്റർ നമുക്കൊരു ഊറിയ ചിരി. പ്രൈസ് ദി ലോർഡ്. അത്രയ്ക്ക് മതഭ്രാന്താണ് യഹൂദ മതത്തിലെ എരിവ്, ആ ന്യായപ്രമാണത്തിന്റെ എരിവ്. ആ എരിവോട് കൂടി അഭിഷിക്തനായ സ്തേഫാനോസിനെ കല്ലെറിയാൻ പോയവരുടെ വസ്ത്രം പുള്ളി സൂക്ഷിച്ചു വെച്ചു. 8-ാം അധ്യായത്തിലാണ് അവനെ കൊന്നത് ശൗലിന് സമ്മതവുമായി. പുള്ളി പറഞ്ഞു, ബലേബേഷ്, നീ ഒരു ഉപദേശിയെ തട്ടിയല്ലോ, മിടുക്കൻ. പരസ്യോഗത്തിൽ നിന്ന് ഉപദേശിയുടെ ബൈബിള് തട്ടി ദൂരോട്ട് കളഞ്ഞ ചെവിക്കൽ നിന്ന് കൊടുത്തു, മിടുക്കൻ. അടുത്ത് നമുക്ക് കുളിക്കാൻ പാലത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവന്റെ മണ്ടയെ അടിച്ച് സൂക്ഷം നീ എന്നേലും അടി മേടിക്കും. ഒന്നെങ്കിൽ നീ മാനസാന്തരപ്പെട്ട് ഈ മാർഗത്തിൽ വരില്ലേ, സൂക്ഷം നിനക്ക് നട്ടായം അടി കിട്ടും. ഇത് കളിക്കുന്ന തീക്കളിയാ. മുള്ളിനോട് കയറി ഒതക്കരുത്, മുള്ളിനോട് കയറി ഒതക്കരുത്. പാവം പിടിച്ച ദൈവദാസന്മാർ അവിടെ ഇവിടെ നിന്ന് വാക്യം വിളിച്ചു പറയുകയും പരസ്യോഗം നടത്തുകയും ലഘുലേ കൊടുക്കുമ്പോൾ നീ ഓണ്ടാൻ ചെന്നാൽ ഒന്നെങ്കിൽ സൂക്ഷം നീ ഇതിനകത്താകും, അല്ലെങ്കിൽ അടിച്ച് നിന്റെ പരിപ്പിളക്കും ദൈവം. ഇതിന് യാതൊരു തർക്കവുമില്ല. സ്തോത്രം, സ്തോത്രം. അവർ ദൈവമക്കൾ പേടിക്കരുത്. കഴിവ് സൂചാട്ടം പറഞ്ഞോണം എല്ലാവരോടും. ചുമ്മാ വീട്ടിൽ നിന്ന് പമ്മി ഇറങ്ങിച്ച് ഗോളിൽ കറിച്ച് അവിടുന്ന് പമ്മി വീട്ടിൽ ചെന്ന് കൊള്ള തീറ്റയും തിന്നേച്ച് കിടന്നുറങ്ങരുത്. കുഞ്ഞുഞ്ഞമ്മേ, സുവിശേഷം പറയണമെന്ന്. പഠിക്കാന്നോ അതോ സ്കൂളിൽ പഠിക്കാന്നോ പഠിത്തം എല്ലാം കഴിഞ്ഞോ? കൂടി പഠിക്കുക. അവസരം കിട്ടുമ്പോൾ സൂചാട്ടം പറഞ്ഞോ കേട്ടാ. യേശു രക്ഷിക്കുമെന്ന് പറഞ്ഞോണ്ട് പറയൂ. അത് പറഞ്ഞോണം. ഓരോരുത്തരെയും പേടിക്കണ്ട. യേശുക്രിസ്തു മാത്രമാ രക്ഷകൻ, അവിടുന്ന് മാത്രമാ രക്ഷിതാവ്. അപ്പൊ യഹൂദ മതത്തിന്റെ നടപ്പ ഇങ്ങനെയൊക്കെയാ പൗലോസ് ജീവിച്ചത്. അവനെ കൊന്നത് ശൗലിന് സമ്മതമായി. മാത്രമല്ല 8-ാം അധ്യായത്തിലുണ്ട് വീട് തോറും കയറി ഉപദ്രവിക്കുക. പൗലോസ് വീട് തോറും കയറി ഉപദ്രവിച്ചു. സ്ത്രീകളെയും പിള്ളേരെയും എല്ലാം വലിച്ചഴച്ച് ഈ മാർഗക്കാരെ കണ്ട കൊല്ലാൻ നടക്കുന്നവനാ. പക്ഷേ ഡെമസ്കസിന്റെ പടിക്ക് വെച്ച് നട്ടുച്ച നേരത്ത് സൂര്യനേക്കാൾ കവിഞ്ഞൊരു പ്രകാശത്തിന് വഴിപ്പെട്ട് സഞ്ചരിച്ച വാഹനമൃഗത്തിന്റെ പുറത്തുനിന്ന് താഴെ വീണ് കണ്ണിന്റെ കാഴ്ചയെല്ലാം കൂടെ അടിച്ചു പോയി ചോദിച്ചു, നീ ആരാ കർത്താവേ? മറുപടി, നീ ഉപദ്രവിക്കുന്ന നസറയനാകുന്ന യേശുവാ. പ്രൈസ് ദി ലോർഡ്. ഡെമസ്കസിന്റെ പടിക്ക് വെച്ച് യേശുവിനെ കണ്ടു. പൗലോസ് പിന്നെ സാക്ഷി പറഞ്ഞു, കൂടെയുള്ളവരാരും കണ്ടില്ല, ഞാനാ കണ്ടെന്ന്. കൂടെയുള്ളവരാരും ശബ്ദവും കേട്ടില്ല, ഞാനാ കേട്ടത്. സ്തോത്രം. ആ കണ്ട പൗലോസിനെ പറ്റിയോ 9-ാം അധ്യായത്തിലുണ്ട്. ഈ ഭാഗത്ത് കിടപ്പുണ്ട്, ഇവിടെ കിടപ്പുണ്ട്, അവൻ ഈ മാർഗക്കാരുടെ കൂടി ഇപ്പൊ താമസിക്കുന്നെന്ന് ഇല്ലേ? 19-ാം വാക്യത്തിലല്ലേ? വായിരൂ. അവൻ ദമസ്കോസിലുള്ള ശിഷ്യന്മാരോട് കൂടെ കുറെ നാൾ പാർത്തു. ഈ മാർഗക്കാരെ കൊല്ലാൻ നടന്നവനാ. കണ്ടോ സുവിശേഷത്തിന്റെ വ്യത്യാസം? ഈ മാർഗക്കാരെ കൊല്ലാൻ നടന്നവനാ. ഇപ്പൊ ഈ മാർഗക്കാരുടെ കൂടെ. നേരത്തെ നമുക്ക് പെന്തിക്കോസുകാരെ ഇഷ്ടമല്ലായിരുന്നല്ലോ. എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ ഒരു ആക്കിയ നോട്ടവും. ഞാൻ തമാശ പറഞ്ഞല്ല. ഇപ്പോഴല്ലേ എല്ലാവർക്കും സ്വന്തമായിട്ട് വാഹനമൊക്കെ. പണ്ടൊക്കെ ബസ്സിൽ പോകുമ്പോൾ മറ്റുള്ളവർക്ക് ചിലർക്ക് എല്ലാവർക്കും ഒന്നുമല്ല. നമ്മൾ പെന്തിക്കോസുകാർ നിൽക്കുമ്പം ഞങ്ങളാണ് സഹോദരന്മാരെ മീശയൊക്കെ പഠിച്ച് ബൈബിളൊക്കെ പഠിച്ച് സഹോദരിമാരെന്ന കമ്മലുമാലയിലും. അപ്പം ചിലർക്ക് ഇങ്ങനെ നാടൻ ഭാഷയിലൊക്കെ പറഞ്ഞ ഒരു ആക്കിയ നോട്ടം. പക്ഷെ ഇപ്പൊ കണ്ടോ അവരുടെ കൂടെ പാർക്കുക. നരഭോജികളെ നരസ്നേഹികളാം ഉത്തമ സോദരരാകൂ. നരഭോജികളെ നരസ്നേഹികളാം ഉത്തമ സോദരരാകൂ. വിമല മനോഹര സുവിശേഷം മംഗള ജയ ജയ സന്ദേശം. വിമല മനോഹര സുവിശേഷം മംഗള ജയ ജയ സന്ദേശം. എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം മംഗള ജയ ജയ സന്ദേശം. എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം മംഗള
മംഗള ജയ ജയ സന്ദേശം. സുവിശേഷം മംഗള ജയ ജയ സന്ദേശം. വേദാന്ത പൊരുൾ സുവിശേഷം മംഗള ജയ ജയ സന്ദേശം. എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം മംഗള ജയ ജയ സന്ദേശം. എങ്ങും പുകഴ്ത്തുവിൻ സുവിശേഷം മംഗള ജയ ജയ സന്ദേശം. അപ്പൊ ശ്രദ്ധിക്കുക, നമുക്ക് പ്രശംസിപ്പാൻ ഒത്തിരി കാര്യമുണ്ട്. ഈ മാർഗക്കാരെ കൊല്ലാൻ നടന്നവനാ ഡമസ്കസിന്റെ പടിക്ക് വെച്ച് യേശു ക്രിസ്തുവിനെ ദർശിച്ചപ്പോൾ ഈ മാർഗക്കാരുടെ കൂടെ പാർക്കാൻ തുടങ്ങി. അലാ സുവിശേഷം. സുവിശേഷം കൊല്ലുന്ന മാർഗമല്ല, ജീവിപ്പിക്കുന്ന മാർഗമാണ്. സുവിശേഷം ആരുടെ പെടല് കണ്ടിച്ചോണ്ട് വരുന്ന മാർഗമല്ല. അവൻ ചെവി പോലും താഴെ പോയവന്റെ ചെവി എടുത്ത് ഭിത്തി ചെയ്തതാ സുവിശേഷം. അല്ല അവന്റെ കൈ വെട്ടിക്കൊണ്ട് വാടാ വത്സ, ഞാൻ നിന്നിൽ സംപ്രീതനായി. സുവിശേഷം. അവന്റെ കഴുത്ത് കണ്ടിച്ചുകൊണ്ട് വാടാ, കുറച്ച് ബ്ലഡ് ഒഴുകട്ടെ, ഞാൻ നിന്നിൽ. സ്തോത്രം. ഇത് കൊല്ലുന്ന മാർഗമല്ല, ജീവിപ്പിക്കുന്ന മാർഗമാണ്. എന്നാ വിനോയ് എവിടെ പറയുന്നത്? എവിടെ ആരത്തിനും പെടലെടുക്കാനാന്ന് തോന്നുന്നു, അല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഇത് കൊല്ലുന്ന മാർഗമല്ല, ജീവിപ്പിക്കുന്ന മാർഗമാണ്. ഇത് നശിപ്പിക്കുന്ന മാർഗമല്ല, നിന്നെ നാശം മാറ്റുന്ന മാർഗമാണ്. ഇത് തകർക്കുന്ന മാർഗമല്ല, നിന്നെ പണിതെടുക്കുന്ന മാർഗമാണ്. അമ്മയ്ക്ക് ഒറ്റ ചെറുക്കനെ ഉള്ളായിരുന്നു യാത്തു. അവനെ തള്ളിക്കൊണ്ട് വരുവാ മഞ്ചത്തേല്. യേശു വന്ന് മഞ്ചം തൊട്ട് അന്നേരം ചാട്. അല്ല, ഓവർസീറെ വിളിച്ച് നമുക്ക് അടക്കാന്ന് പറയല്ലായിരുന്നു. സൂപ്രണ്ടിനെ വിളിച്ചാൽ നമുക്ക് പെട്ടെന്ന് അടക്കാം. മഴ കോള് കൊള്ളുന്നു, മഴക്കാറ് കൊണ്ട് സൂപ്രണ്ടിനെ പെട്ടെന്ന് സൂപ്രണ്ടിനെ വരുത്തൊന്നും വേണ്ട. യേശു കൊച്ചനെ തൊട്ട്, കൊച്ചൻ ചാടി എഴുന്നേറ്റു. യേശുവും ശിഷ്യന്മാരും കൊച്ചനെ വെച്ച് കളിച്ചുമില്ല. ഇന്ന് അന്നേ കൊച്ചനെ വെച്ചോ ആയിരിക്കും ബാക്കി കളി മുഴുവൻ. ഇപ്പോൾ നമ്മുടെ ബ്രദർ ലൈവിലുണ്ട്. അടുത്ത ബ്രദറിന് എന്തോ സംഭവിച്ചു. അവൻ പറഞ്ഞു, ഞാൻ മഞ്ചത്തെ പോയത് പോലും അറിഞ്ഞില്ല. ഇപ്പോൾ എന്തോ തോന്നുന്നു. ഇപ്പൊ എന്നാ തോന്നാൻ? ഇപ്പൊ നിങ്ങളെല്ലാം ഈ തട്ടിപ്പ് കാണിക്കുന്നത് എനിക്ക് എന്നെ ഇത് മാസ്ക് വെച്ചേക്കുന്ന കുഴപ്പമൊന്നുമില്ലല്ലോ. സ്തോത്രം. യേശു ഒരു കുഞ്ഞുങ്ങളെയും വെച്ച് ഇത് ആദായ സൂത്രമാക്കിയില്ല. മാരിച്ചവന്റെ മഞ്ചത്തെ തൊട്ട് കൊച്ചൻ ചാടി എഴുന്നേറ്റു. പെൺകുട്ടിയെ അതുപോലെ തന്നെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു, അന്നേരം ചാടി എഴുന്നേറ്റു. സ്തോത്രം. അതാ യേശു. കൊല്ലുന്ന ദൈവമല്ല, ജീവിപ്പിക്കുന്ന യേശുവാണ്. നിന്നെ മുടിക്കുന്ന യേശുവല്ല, നിന്റെ മുടിവെല്ലാം മാറ്റുന്നവനാ. നശിപ്പിക്കുന്ന യേശുവല്ല, അവൻ നിന്റെ നാശത്തെ മാറ്റുന്നവനാ യേശു. അതാ ഈ മാർഗം ശ്രേഷ്ഠ മാർഗം എന്ന് പറയുന്നത്. ഈ മാർഗത്തിൽ വന്ന ആർക്കും ദോഷം വരികയില്ല, വരുത്തുകയില്ല. പ്രൈസ് ദ ലോർഡ്. അപ്പൊ സുവിശേഷം എല്ലാവരും അറിയണം. അപ്പോൾ നമുക്ക് പ്രശംസിപ്പാൻ ഒത്തിരിയുണ്ട്. പൗലോസിന് പ്രശംസിപ്പാൻ ഒത്തിരിയുണ്ട്. ഇങ്ങനെയുള്ള പൗലോസ് പറയാ, എനിക്കതൊന്നുമല്ല. ജാതിയിൽ ഞാൻ പ്രശംസിക്കുന്നില്ല. ജാതിക്കാരനാ, പക്ഷെ എനിക്കൊന്നും വലിയ വിഷയമല്ല. ചെല്ലു പറഞ്ഞില്ല, ഞങ്ങൾ ഏതും ജാതിയാന്ന് ചുമ്മാ ഇരുന്ന് ഇങ്ങനെ ഗീർവാണം അടിച്ച് ഞങ്ങൾ ഈ ദേശത്തെ നമ്പർ 1. അപ്പം ഞങ്ങൾക്കൊരു ചെറിയ ക്ഷീണം. പൗലോസ് എബ്രായ ജാതിക്കാരനാ. സ്തോത്രം. ബെന്യാമീൻ ഗോത്രക്കാരനാ. ന്യായപ്രമാണം സംബന്ധിച്ച് പരീക്ഷനാ. അല്ല ഉഴപ്പി നടക്കുകയല്ലായിരുന്നു. ഗമാലിയലിന്റെ വാദപ്പെടുത്തിയിരുന്നതാ.
ഹില്ലേലിന്റെ കൊച്ചുമകൻ ഗമാലിന്റെ പാതപടത്തിരുന്ന് നന്നായിട്ട് പഠിച്ചതാ, സൂക്ഷ്മം പഠിച്ചതാ. പക്ഷെ വെളിപ്പാട് യേശുവിനെ കണ്ടു കഴിഞ്ഞാൽ പറഞ്ഞു, ഞാനിതെല്ലാം ചപ്പന്നുണ്ട്, എനിക്ക് ക്രൂശാ വിഷയം, എനിക്ക് ക്രൂശാ വിഷയം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവര്, എനിക്കും നിങ്ങൾക്കും അതുപോലെ തന്നെ വല്ലോം രണ്ട് കാര്യം പറയാനുണ്ട്. അത് കാൽവരി ക്രൂശില്ല. ഒരിക്കലും ഞാൻ കൈവിടുകില്ല നിന്നെ, ഭയപ്പെടാതെ ഞാൻ നിൻ കൂടെയുള്ളതാ. ഒരിക്കലും ഞാൻ കൈവിടുകില്ല നിന്നെ, ഭയപ്പെടാതെ ഞാൻ നിൻ കൂടെയുള്ളതാ. തീയിൽ കൂടി നടന്നാൽ നീ വെന്തു പോകുമോ, പെരുവെള്ളങ്ങൾക്ക് നിന്നെ മുക്കാൻ കഴിയുമോ. ഓ, തീയിൽ കൂടി നടന്നാൽ നീ വെന്തു പോകുമോ, പെരുവെള്ളങ്ങൾക്ക് നിന്നെ മുക്കാൻ കഴിയുമോ. ആ ദുഃഖത്തിൽ ആശ്വാസമാ, രോഗത്തിൽ എൻ സൗഖ്യമാ, ശാശ്വത ഭുജങ്ങള മാർബോടണച്ചിടും ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ. ശാശ്വത ഭുജങ്ങള മാർബോടണച്ചിടും ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ. ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ. കാൽവരി ക്രൂശിൽ കാണും സ്നേഹത്തിൻ പൂർണ്ണത. ശത്രുവാം എന്നെ ദൈവം മിത്രമാക്കി. ഓ, കാൽവരി ക്രൂശിൽ കാണും സ്നേഹത്തിൻ പൂർണ്ണത. ശത്രുവാം എന്നെ ദൈവം മിത്രമാക്കിയേ. എനിക്കോ നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അപ്പൊ ക്രൂശിൽ പ്രശംസിപ്പാനുള്ള കാരണം, അതിന്റെ കാരണങ്ങൾ പെട്ടെന്ന് ഒരു 5 കാരണം പറയാം. 5 അല്ല, 50 അല്ല, 500 അല്ല. പിന്നെ ഈ സമയപരിധി നിന്ന് എനിക്ക് ലഭിച്ച കൃപയ്ക്കനുസരിച്ച് ഒരു 5 കാര്യം ക്രൂശിൽ പ്രശംസിപ്പാനുള്ള 5 കാരണം. അതിലൊന്ന്, ഈ ക്രൂശിൽ പ്രശംസിപ്പാൻ കാരണം, ക്രൂശിൽ ഒരുവൻ നമുക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞു. വായിച്ചേ കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട്, മതി, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം. അപ്പൊ ക്രൂശിൽ പ്രശംസിപ്പാനുള്ള 1-ാമത്തെ കാരണം, ഒരുവൻ നമുക്ക് വേണ്ടി ക്രൂശിൽ രക്തം ചിന്തി. ആ രക്തത്തിന്റെ വിശേഷത നിർമ്മല രക്തമാണ്, പരിശുദ്ധ രക്തമാണ്, വിലയേറിയ രക്തമാണ്, ഗുണകരമായി സംസാരിക്കുന്ന രക്തമാണ്. സ്തോത്രം. ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാക്കളുടെയും രക്തവും മലിനപ്പെട്ടവുമേ തളിക്കുന്ന പശുഭസ്മവും ജഡികശുദ്ധി വരുത്തുമ്പോൾ നിത്യാത്മാവിനാൽ പിതാവാം ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി സമർപ്പിച്ച യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം, പാവന രക്തം, അത് ക്രൂശിൽ ചൊരിഞ്ഞു. എന്തിന്? എന്റെയും നിങ്ങളുടെയും പാപം പരിഹരിക്കാൻ. സ്നേഹിത, നിന്റെ പാപം പരിഹരിക്കാൻ. സഹോദരി, നിന്റെ പാപം പരിഹരിക്കാൻ. മാതാവേ, പിതാവേ, നിന്റെ പാപത്തിന്റെ പരിഹാരം യേശു ക്രിസ്തു കാൽവരിയിൽ അവൻ രക്തം ചൊരിഞ്ഞെന്ന്. പാപമില്ലാത്ത രക്തമാ, പരിശുദ്ധ രക്തമാ, നിർമ്മല രക്തമാ. അവിടുന്ന് പാപമൊന്നും ചെയ്തിട്ടില്ല. പാപം തീണ്ടാത്തവൻ, പാപം അറിയാത്തവൻ, പാപമേശാത്തവൻ, പാപമില്ലാത്തവൻ, പാപം ചെയ്യാത്തവൻ, അവൻ പാപമടിക നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ, പരമവിശുദ്ധൻ. അവിടുന്ന് ക്രൂശിൽ നമുക്ക് വേണ്ടി രക്തം ചിന്തി. അതുകൊണ്ടാ ക്രൂശിൽ പ്രശംസിക്കുന്നത്. വേറെ ആരും രക്തം ചിന്തിയിട്ടില്ല. വേറെ രക്തമൊക്കെ ചിന്തിയത് വേറെ കാര്യത്തിന്. ഇപ്പോഴും ചിന്തിക്കൊണ്ടിരിക്കുകയല്ലയോ? എന്നാ കാൽവരി ക്രൂശിലുവൻ രക്തം ചിന്തി. നസറയനാകുന്ന യേശു ക്രിസ്തു മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ
കർമ്മമാർഗം കൊണ്ടോ, പുണ്യപ്രവൃത്തി കൊണ്ടോ, ദാനധർമ്മം കൊണ്ടോ, നേർച്ച കാഴ്ച കൊണ്ടോ, ആചാരം കൊണ്ടോ, അനുഷ്ഠാനങ്ങൾ കൊണ്ടോ, മാമൂലുകൾ കൊണ്ടോ, പിന്തുടർച്ച കൊണ്ടോ ഒന്നും പാപത്തിന് പരിഹാരം വരികയല്ല. പാപത്തിന് പരിഹാരം യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തത്താൽ. ഹല്ലേലൂയ. അപ്പൊ യേശുക്രിസ്തു കാൽവറിയിൽ നമുക്ക് വേണ്ടി ക്രൂശിൽ രക്തം ചിന്തി. അതുകൊണ്ട് എന്തോ സാധിച്ചു. ഈ കാൽവറി ക്രൂശിൽ രക്തം ചിന്തിയത് കൊണ്ട് അടുത്ത വാക്കുകളുണ്ട്, സമാധാനം ഉണ്ടായി. വായിച്ച വാക്യം, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി. ഒരു കാലത്ത് എനിക്ക് നിങ്ങൾക്ക് സമാധാനമില്ലായിരുന്നു. അതുകൊണ്ടല്ലേ മദ്യം ഉപയോഗിച്ചത്. അതുകൊണ്ടല്ലേ വലിച്ചങ്ങോട്ട് വിട്ടത് കലിങ്കയിലിരുന്നത്. പഴയ കലിങ്കൊക്കെ ഒന്ന് ഓർത്തോണം. വലിച്ച് സോഡാക്കുപ്പിയുടെ കൗള് പോലായിരുന്നു എൻ്റെ കൗള്. ഇപ്പൊ പിന്നെ ഇച്ചിരി പച്ച പിടിച്ച് വരുന്നുണ്ട് നീ പെന്തിക്കോസി വന്നുകൊണ്ട്. എന്നാലും നിനക്ക് അതിന്റെ മണമടിക്കുമ്പോൾ ഒരു ഇളക്കം വല്ലപ്പോഴും ഒക്കെ ഉണ്ട്. സ്തോത്രം. സമാധാനമില്ലായിരുന്നെന്ന്, ഒരു സ്വസ്ഥത ഇല്ലായിരുന്നു. ആത്മഹത്യക്ക് നീ ഒരുങ്ങിയതല്ലേ, വിഷമടിച്ച് യാകാൻ ഒരുങ്ങിയതല്ലേ. റെയിൽവേ പാളം അടുത്തല്ലയോ ചെറിയനാട് അല്ലേ? ടയർ മേടിച്ചു വെച്ചല്ലേ തൂങ്ങിച്ചാங்க. ഞാൻ പഴയ രീതിയാ പറഞ്ഞത്. ഇപ്പൊ പിന്നെ പഴയ രീതിയല്ലേ, മോഡേൺ രീതികളാ. സ്തോത്രം. ആറ്റിച്ചാടാൻ പോയതല്ലേ. സ്തോത്രം. കഞ്ഞിക്കകത്ത് വിഷം കലക്കി എല്ലാത്തിനെയും കൊല്ലുമെന്നും പറഞ്ഞിരുന്നല്ലേ കുഞ്ഞുഞ്ഞമ്മേ. ഒരു സമാധാനവും ഇല്ലായിരുന്നല്ലോ. അന്നേരം ആരാണ്ട് പറഞ്ഞു ഉരുണ്ടാ മതി സമാധാനം കിട്ടും. എങ്ങാണ്ടെല്ലാം പോയി കിടന്ന് ഉരുണ്ട് ദേഹം വേദന എടുത്തല്ലാതെ ഒരു സമാധാനവും. അന്നേരം ആരാണ്ട് പറഞ്ഞു മുട്ടയിലഴിഞ്ഞാൽ മതി എന്ന്. മുട്ടിന് താഴമ്പുണ്ടായതല്ലാതെ നിനക്കൊരു സമാധാനവും വന്നില്ല. അന്നേരം പറഞ്ഞാണ്ട് അവിടെ ഒരു കുളമുണ്ട്, എടുത്ത് കുളത്തിൽ ചാടിയാൽ മതി എന്ന്. കുളം എവിടാണെന്ന് എന്നോട് ഇപ്പൊ ചോദിക്കരുത്, പിന്നെ യോഗം കഴിഞ്ഞ് പറയാം. നാളെയും യോഗം ഉള്ളത് കൊണ്ടാണ്. നാളെ കുളത്തിന്റെ പേര് പറയാം. നീ കുളത്തിൽ ചാടിയാവില്ലോ സമാധാനം. കുളം പറഞ്ഞു കൊടുക്കാന്നോ? എനിക്ക് തോന്നി പുള്ളി അതിനായിട്ട് തന്നെ ഇരിക്കുക. കുളം മുഴുവൻ പുള്ളിക്ക് അറിയാം. കുളമാക്കരുതേ. അല്ല, ഞാൻ പറഞ്ഞത് കുളത്തിൽ ചാടിയാ സമാധാനം കിട്ടുമെന്ന്. എന്ന് ചാടി ഒരു സമാധാനം കിട്ടിയില്ല. ഒടുവിൽ സമാധാനം തന്നത് യേശുവാ. ക്രിസ്തു നമ്മുടെ സമാധാനം. യേശു നായകൻ സമാധാന ദായകൻ നിനക്കെന്നും ധനമേ എന്തിനാകുലം കലർന്നൻ മനമേ എന്തിനാകുലം കലർന്നൻ മനമേ യേശു നായകൻ സമാധാന ദായകൻ നിനക്കെന്നും ധനമേ സഹായകനവൻ ശക്തനാൽ നിനക്കു നിർഭയമേ ലോകമോരിതി അനുദിനം ജയമേ ലോകമോരിതി അനുദിനം ജയമേ യേശു നായകൻ നായകൻ നിനക്കെന്നും ധനമേ എന്തിനാകുലം കലർന്നൻ മനമേ എന്തിനാകുലം കലർന്നൻ മനമേ. ക്രിസ്തു നമ്മുടെ സമാധാനം. ഇന്ന് രാത്രി സ്നേഹിത സുഹൃത്തെ ദൂരത്തിരുന്ന് കേൾക്കുന്നവരോടും സമീപസ്ഥരോടും പറയട്ടെ, മദ്യം നിനക്ക് സമാധാനം തരത്തില്ല. ലഹരി പദാർത്ഥ സമാധാനം തരികയില്ല. പുണ്യ സ്ഥലങ്ങൾ സന്ദർശിച്ചാലും സമാധാനം കിട്ടുകയില്ല. തീർത്ഥയാത്ര നടത്തിക്കൊണ്ടൊന്നും സമാധാനം കിട്ടുകയില്ല. ദാനധർമ്മം ചെയ്തുകൊണ്ട് സമാധാനം യേശു ക്രിസ്തുവില്ല. ഈ പുസ്തകം അങ്ങനെ പഠിപ്പിക്കുന്നത്. അത് അങ്ങനെ തന്നെ ഇത് അനുഭവിക്കുന്ന ആളും കൂടാ. ക്രിസ്തു നമ്മുടെ സമാധാനം.
ഒരു കാലത്ത് സമാധാനമില്ലാതെ അയ്യോ എവിടെല്ലാം നമ്മൾ പോയി, എന്തെല്ലാം ചെയ്തു. യെരമ്യാവ് പറയാ ഒരു ഗുണവും വന്നില്ലെന്ന്. അങ്ങനെ എഴുതിയേക്കുന്നേ, ഒരു ഗുണവും എന്തെങ്കിലും ഗുണം വന്നോ? കാശ് കുറച്ച് പോയെന്നല്ലാതെ ഒരു ഗുണവും വന്നില്ല. എനിക്ക് പാട്ടുകളെല്ലാം വരുന്നുണ്ട്, പിന്നെ ട്യൂണൊന്നും അത്ര നല്ലതല്ല, സ്വരവും. ഇന്നാളൊരു തള്ള പറഞ്ഞു നിങ്ങൾ രണ്ടുകൂടി കാറുന്ന എന്തിനാന്ന്. പാടുന്ന നല്ല പറഞ്ഞു, നിങ്ങൾ രണ്ടുകൂടെ. അത് ശരിയാ, ഇവരൊക്കെ നല്ല ശ്രുതിമധുരമായിട്ട് പാട്ട് പാടും. പിന്നെ ഞാൻ ഈ പാടുകയല്ല അങ്ങ് പറയുക, അതിന് സന്തോഷമുള്ളതുകൊണ്ട് അങ്ങ് പാടുകയല്ല പറയുക. സ്തോത്രം സ്തോത്രം. ഒരിക്കൽ സമാധാനമില്ലാതെ നടന്നവരാ ഞാനും നിങ്ങളും. ക്രിസ്തു നമ്മുടെ സമാധാനം. അപ്പൊ ഈ ക്രൂശിൽ പ്രശംസിപ്പാനുള്ള ഒന്നാമത്തെ കാരണം, ക്രൂശിൽ അവിടുന്ന് രക്തം ചൊരിഞ്ഞു, അതുകൊണ്ട് എന്തോ കൈ വന്നു, സമാധാനം ലഭിച്ചു. സ്തോത്രം. എങ്ങനെയൊക്കെയാ സമാധാനം? ഒന്ന്, ദൈവത്തോട് സമാധാനമായി. റോമാലേഖനം എടുത്ത് 5-ാം അധ്യായത്തിൻ്റെ 1, ദൈവത്തോട് സമാധാനം. റോമർ 5:1. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. ദൈവത്തോട് സമാധാനം. നേരത്തെ ഇങ്ങോട്ട് അടുക്കാനൊക്കത്തില്ലായിരുന്നു, ആ ഭാഗത്തോട്ട് നേരിട്ട് ഡയറക്റ്റ് പറയാൻ ഒക്കത്തില്ലായിരുന്നു. അതിനെ ഇടയ്ക്ക് നമ്മൾ ആളിനെ പിന്നെ നേരെ എന്ന് പറയാനൊക്കത്തില്ല. ഞങ്ങൾക്ക് വേണ്ടി മനസ്സിലായില്ല. ഡയറക്റ്റ് ചെല്ലാനൊക്കെയല്ല. ഈ യോസേഫിന്റെ ക്വാർട്ടേഴ്സ് ചേട്ടന്മാരെല്ലാം കൂടെ ചെന്നു. നിങ്ങൾ ആ ഭാഗം പഠിക്കുമ്പോൾ അറിയാം. അപ്പം ഈ ധാന്യം വാങ്ങാൻ ക്യൂ നിന്നപ്പം അവർ പറഞ്ഞു ഇന്നിവിടെ നിൽക്കണ്ട, ക്വാർട്ടേഴ്സിലോട്ട് വരാൻ വലിയ സാറ് പറഞ്ഞെന്ന്. വലിയ സാറ് പറഞ്ഞു നിങ്ങൾ 10 പേരും കൂടെ സാധാരണ ഇവിടെ നിന്ന് ധാന്യം മേടിച്ച് പോകുക, അപ്പം അത് കാശും കൊടുത്തേച്ചു. അപ്പം അന്നത്തെ പറഞ്ഞു വലിയ സാറ് പറഞ്ഞ് വീട്ടോട്ട് വരാൻ. അപ്പോൾ യുവമാർക്കൊരു ഡൗട്ട്. ഒരുത്തൻ പറഞ്ഞു എന്തോ ഇതിനകത്ത് പന്തികേടുണ്ട് കേട്ടോ. ഇവർ യോസേപ്പിൻ്റെ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്ന എൻ്റെ ചിന്ത ആ ഭാഗം പഠിച്ചറിയാം. മിറ്റത്ത് നിൽക്കുക പമ്മി പമ്മി. കുറച്ച് കഴിഞ്ഞപ്പോൾ യോസേപ്പ് ജോലിയെല്ലാം കഴിഞ്ഞ് രഥത്തിൽ ഇങ്ങോട്ട് വന്ന് ഇവർ 10 വെളിയിൽ നിൽക്കുക മിറ്റത്ത്. മൈൻഡ് ചെയ്തില്ല, പുള്ളി അകത്തോട്ട് കയറി അങ്ങ് പോയി. ഉടനെ ഒരുത്തൻ പറഞ്ഞു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പുള്ളി ലോകിയൊക്കെ ചോദിച്ചു അപ്പനെ എവിടാ നാട് എവിടാന്നൊക്കെ. ഇപ്പോൾ പുള്ളി ഒന്നും മിണ്ടില്ല, അതിൻ്റെ കുഴപ്പടിയുണ്ട്. എന്നാൽ രൂപം പറഞ്ഞു ഞാൻ അന്നാ കൊച്ചനെ വിറ്റപ്പം ഞാൻ പറഞ്ഞത് വിൽക്കരുതെന്ന്. നീ എല്ലാം കൂടെ വിറ്റ് 20 വെള്ളിക്കാശ് മേടിച്ച് കടല കുടിച്ചപ്പം ഇത് പറഞ്ഞുകൊണ്ടിരുന്ന അവരാ യോസേപ്പിൻ്റെ വീട്ടിൽ നിന്നൊരു ബാല്യക്കാരനെ വിളിച്ചേച്ച് പറഞ്ഞു പിന്നെ ഇടയിഞ്ഞ് വന്ന് വലിയ സാറിനോട് പറയണം ഞങ്ങൾ പരമാർത്ഥികളാണ്. യോസേപ്പിൻ്റെ വീട്ടിൽ ചെന്നിട്ടും ഇടയ്ക്ക് നിൽക്കാൻ ആളിനെ പിടിക്കുക. നല്ല യോസേപ്പ് ആകുന്ന യേശുക്രിസ്തുവിന്റെ അടുക്ക വന്നാൽ ഇടയ്ക്ക് ഒരുത്തനും വേണ്ട, നേരെ എന്ന് പറഞ്ഞു. എനിക്കറിയാൻ മേല ആ പാട്ട് നിങ്ങൾ പാടണം, അത് നിങ്ങൾ പാടണം. എനിക്കത് ശരിക്കറിയത്. എല്ലാം യേശുവോടു ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. എല്ലാം യേശുവോടു ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും. നൊമ്പരമേറെ സഹിച്ചു സമാധാനങ്ങൾ നഷ്ടം. യേശുവോടു ചൊല്ലിടായിക നിമിത്തം. അതെ ദൈവാനുഗ്രഹിക്കട്ടെ. നീ എല്ലാ യേശുവിനോട് പറയണം. നിന്റെ സകല പ്രശ്നങ്ങൾക്കും അവിടുന്ന് പരിഹാരം തരും. അപ്പൊ ശ്രദ്ധിക്കുക, പിച്ച് മാറിയാ നമ്മൾ മേളിലാ പോകുന്നത്. അങ്ങനെ അറിയാം. പിന്നെ അത് ഈ പ്രസംഗിച്ച് വരുന്ന കൊണ്ട് അതേ ഒക്കുള്ളൂ. നിങ്ങളുടെയും കുഴപ്പമല്ല, എൻ്റെയും കുഴപ്പമല്ല. പോസ്റ്റാൻ പറഞ്ഞ പോലെ അവിടെയും സുഖം ഇവിടെയും സുഖം, പിന്നെ എനിക്കാണെന്ന് പറഞ്ഞ് കീറിക്കളഞ്ഞ പോലെ. അപ്പൊ എന്തായാലും കൊള്ളാം, സകല കാര്യവും യേശുവിനോട് പറഞ്ഞോണം.
ഒരു കുഴപ്പവും വരികയില്ല. അപ്പോൾ ക്രൂശിൽ പ്രശംസിപ്പാൻ ഒന്നാമത്തെ കാര്യം, അവിടുന്ന് ക്രൂശിൽ നമുക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞു. ആ രക്തം ചൊരിഞ്ഞത് കൊണ്ട് എന്തോ കിട്ടി, സമാധാനം ഉണ്ടായി. എങ്ങനെയൊക്കെ സമാധാനം? ഒന്ന്, ദൈവത്തോട് സമാധാനം. നേരത്തെ അടുക്കാനൊക്കത്തില്ലായിരുന്നു ആ ഭാഗത്തോട്ട്. അയ്യോ, പണ്ട് കാലത്ത് കേരളത്തിലും അങ്ങനെ ആയിരുന്നു. ഭാഗത്തേക്കൊക്കെ ഒന്ന് ആ അമ്പലത്തിലോട്ട് എല്ലാം കൊള്ളാം. പുലിയൂര് ക്ഷേത്രത്തിന്റെ സൈഡിൽ കൂടെ എങ്ങും പാവത്തുങ്ങൾക്ക് നല്ല ഏലായി. ലവന്മാര് വരുമ്പോ എടുത്ത് യാടിക്കോണം കുണ്ടത്തിനകത്ത്. മുങ്ങിക്കിടക്കോ ഉണ്ട ഇടുകോ, മനസ്സിലാകുന്നില്ലല്ലോ ആണെന്ന്. ഇതുപോലെ വെള്ളത്തുണി എടുത്തോണ്ട് നടക്കാനൊന്നും നോക്കത്തില്ലായിരുന്നു. തുണിയെല്ലാം മേടിച്ച് കരി തേച്ചേ ഒക്കത്തില്ല. ഞാൻ എൻ്റെ കാര്യം എപ്പോഴും പറയും. എൻ്റെ വല്യപ്പൻ്റെ അപ്പൻ ഇതുപോലെ വെള്ളത്തുണിയൊന്നും കൊടുത്തോണ്ട് റോഡ് കൊണ്ടു നടക്കാനൊക്കത്തില്ല. ലവന്മാർ വെച്ചേക്കുകയല്ല, ഇതിട്ടവന്മാര്. മനസ്സിലായില്ല? അവർക്ക് നടക്കാം എതിലേ വേണേലും. എൻ്റെ വല്യപ്പനെ നടക്കാനൊക്കെ. പക്ഷെ അതിനൊക്കെ മാറ്റം വന്ന സുവിശേഷം. അതുകൊണ്ടാണ് ഞാൻ കണ്ടമാനം വെള്ളത്തുകൊണ്ട് ഇട്ടുകൊണ്ട് നടക്കുന്നത്. നീ എന്നെ കാണടാ, മനസ്സിലായോ? ഇതെല്ലാം കൂടി ഒരു 10 മീറ്റർ കാണും. എൻ്റെ വല്യപ്പന് 2 മീറ്റർ പോലും എടുത്തോണ്ട് സ്തോത്രം. അതിന് മാറ്റം വന്നത് സുവിശേഷം വന്നതാ. അടുക്കാനൊക്കത്തില്ലായിരുന്നു, അടുപ്പിക്കത്തുമില്ലായിരുന്നു. നിന്നെ ദൈവത്തോട് അടുപ്പിച്ചത് ഈ സുവിശേഷമാണ്. യേശു ക്രിസ്തു കാൽവറി ക്രൂശിൽ രക്തം ചിന്തിയത് കൊണ്ട് ദൈവത്തോട് സമാധാനം ഉണ്ടായി. ഇനി ഒരു മധ്യസ്ഥനും വേണ്ട, ഒരു അമ്മയും വേണ്ട, അപ്പനും വേണ്ട, പുണ്യാളൻ വേണ്ട, ശ്ലീഹന്മാരും വേണ്ട, അപ്പനും വേണ്ട, അമ്മയും വേണ്ട. അപ്പനും അമ്മയും വേണ്ടെന്നല്ല, അത് വേണം. ഞാൻ മധ്യസ്ഥതയുടെ കാര്യമാണ് പറഞ്ഞത്. ഒരുത്തരും വേണ്ട. നിനക്ക് നേരിട്ട് എന്ന് യേശുവിനോട് കാര്യം പറയാം. ദൈവം ഒരുവനല്ലോ, ദൈവത്തിന് മനുഷ്യക്ക് മധ്യസ്ഥൻ ഒരുവൻ. എല്ലാവർക്കും വേണ്ടി തന്നെ ജീവനെ മറുപടിയായി തന്ന യേശു ക്രിസ്തു മാത്രം. യേശു ക്രിസ്തു ഏക മധ്യസ്ഥൻ, യേശു ക്രിസ്തു ഏക ദൈവം, യേശു ക്രിസ്തു നിത്യദൈവം, യേശു ക്രിസ്തു സത്യദൈവം, യേശു ക്രിസ്തു നായകൻ. അവൻ വിശ്വാസത്തിന് നായകൻ, അവൻ രക്ഷാനായകൻ, അവൻ ജീവനായകൻ. അതികൾ ഒടിച്ചെന്നെ കാക്കുന്നവൻ, പച്ചനാദികൾ തന്നു നിത്യം പോറ്റുന്നവൻ. അതികൾ ഒടിച്ചെന്നെ കാക്കുന്നവൻ, പച്ചനാദികൾ തന്നു നിത്യം പോറ്റുന്നവൻ. നീതിവാദിയിലെന്നെ നടത്തിക്കൊണ്ടു വരുന്നവൻ. ജീവനായകനേ മനുവേലേ ജീവനായകനേ മനുവേലേ ജീവനായകനേ.
ദൈവത്തിന് മഹത്വം കൊടുക്കുക. ക്രൂശിൽ പ്രശംസിപ്പാൻ ഒന്നാമത്തെ കാര്യം, ക്രൂശിൽ രക്തം ചിന്തി, രക്തം ചൊരിഞ്ഞു. ആ രക്തം ചൊരിഞ്ഞുകൊണ്ട് ഒന്ന് സമാധാനം ഉണ്ടായി. ആരോടൊക്കെ? ഒന്ന് ദൈവത്തോട് സമാധാനം, രണ്ട് പരസ്പരം സമാധാനം. ദൈവത്തോട് സമാധാനം ഒന്ന്, രണ്ട് ആ റോമാലേഖനം 12:18 വായിച്ചേ. പരസ്പര സമാധാനം, അങ്ങോട്ടും ഇങ്ങോട്ടും സമാധാനം. റോമാലേഖനം 12:18. നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിക്കും. അതാ, കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിക്കും. ചുമ്മാ കയറി ഉടക്കുണ്ടാക്കരുത്, അയലത്തുകാരുമായിട്ട് കയറി വഴക്കുണ്ടാക്കരുത്, സഹോദരങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കരുത്, അപ്പനെ അമ്മയെ അനാഥ മന്ദിരത്തിൽ വിടരുത്. സമാധാനത്തോടെ ഇരുന്നോണം. തള്ള സമാധാനത്തോടെ വരയ്ക്കാത്തും കാണണം, നിങ്ങളും സമാധാനത്തോടെ അവിടെ. തള്ളെ കൊണ്ട് ആശ്വാസമനി, ഒരാശ്വാസം ഇല്ലാതെ അവരവിടെ കിടക്കുക. പേരെന്തുവാ? തമ്മിൽ സമാധാനം ഉണ്ടായിരിക്കും. തമ്മിൽ സമാധാനമായിരിക്കും. അങ്ങനെ പരസ്പര സമാധാനം. ഇത് രണ്ട് വിശ്വാസി തമ്മിൽ കൂടുമ്പോ എന്തുകൊണ്ട് കുഞ്ഞുഞ്ഞമ്മ ഒരു സമാധാനമില്ല? അമ്മാമ്മ കുഞ്ഞുഞ്ഞമ്മ പെന്തിക്കോസിലായിട്ട് 45 കൊല്ലങ്ങൾ ഒരു സമാധാനം. കുഞ്ഞുഞ്ഞമ്മ നീ മിണ്ടായിരിക്കുന്നതാണ് നല്ലത്. ചുമ്മാ നെടുക നടന്ന് ആശ ഒപ്പിക്കരുത്. യേശു ക്രിസ്തു നമ്മുടെ സമാധാനമാണ്. ഒരാളൊരു ഭാരമേറിയ വിഷയമായിട്ട് വന്നപ്പോഴാണ് യേശു സമാധാനം തരും. ധൈര്യപ്പെട്, ഞാൻ ഇങ്ങനെ ആയിരുന്നു, യേശു എനിക്ക് സമാധാനം തന്നു. നിന്റെ അടുക്ക വരുന്നത് സമാധാനത്തോടെ തിരിച്ചു പോകണം. ഇത് തീ കോരി ഇട്ടേച്ചാ വിടുന്നത്. അങ്ങനെ ചെല്ലേ കണ്ടില്ലേ? എന്തുവാ ഇവിടെ ഒരു നുണല് പോലെ? എന്നാന്നറിയാമല്ലോ. അയ്യോ, ഇത് വെച്ചോണ്ടിരിക്കരുത്. അവൻ ഇച്ചിരി സമാധാനത്തോടെ അങ്ങോട്ട് വന്നത്. ഇത് വെച്ചോണ്ട് ഞാൻ കുറച്ചാളായി ഇത് വെച്ചോണ്ടിരിക്കുക. അയ്യോ, അങ്ങനെ ഇരിക്കരുത്. ആരെയും കൊണ്ട് ആരെയും കാണിച്ചോ? ഇല്ല, ഞാൻ തന്നെ കണ്ടോണ്ടിരിക്കുക. കണ്ണാടി നോക്കി ഞാൻ തന്നെ. അയ്യോ, അങ്ങനെ തന്നെ കണ്ടോണ്ടിരിക്കരുത് ആരെയും കൊണ്ട്. ഇപ്പോഴത്തെ കാലവാ. ഇതായിരുന്നു പടിഞ്ഞാറ്റയിലെ കുഞ്ഞോമാച്ചന് 3 ആഴ്ച തികച്ചില്ല. ഉള്ള സമാധാനം കൂടെ നിന്റെ പൊന്നുനാവ് തുറക്കാതിരിക്കുന്നതാണ് നല്ലത്. വിശ്വാസത്തിന്റെ വാക്ക് പറ. യേശു നിന്നെ സൗഖ്യമാക്കും. യേശു നിന്നെ പിടിവിക്കും. ഏത് രോഗമാണെങ്കിലും സൗഖ്യം തരുവാൻ അവിടുന്ന് ശക്തനാണ്. അവിടുന്ന് നിന്റെ പ്രശ്നത്തിന് പരിഹാരം തരും. അവിടുന്ന് യേശു നിന്നെ പിടിവിക്കും. പരസ്പരം സമാധാനം കൊടുക്കും. ഇത് തീയോരി ഇടുകയല്ലേ? ഇപ്പോഴാണ് പാസ്റ്റർമാർ, ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കാം, പാസ്റ്റർമാരാണെങ്കിലും യേശുവിനെ പറ്റി പറയത്തില്ല. ഡോക്ടർ ചാണ്ടി നല്ല ട്രീറ്റ്മെന്റാ. ഞങ്ങളുടെ മേരിപ്പെണ്ണിനെ അവിടെ ആ ഡോക്ടറാണ് നല്ല കേട്ടോ, പ്രാർത്ഥിച്ചേ ഗുളിക തരുവുള്ളൂ. എടാ, ഗുളിക ഒന്നും വേണ്ട, യേശു സൗഖ്യമാക്കുകയല്ലേ? ഇല്ലേ? പരസ്പര സമാധാനം അത് ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താല. ഒന്ന് ദൈവത്തോട് സമാധാനം, രണ്ട് പരസ്പര സമാധാനം, മൂന്ന് തന്നെ സമാധാനം വേണം. നമുക്ക് സമാധാനം വേണ്ടേ? വായിച്ച ഒരു വാക്യം ആ ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 6-7. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം അത് തന്നിൽ തന്നെയുള്ള സമാധാനമാണ്. ഇത് കാൽവരി ക്രൂശിൽ രക്തം ചിന്തിയത് കൊണ്ടായി സമാധാനം ലഭിച്ചത്. നമ്മുടെ സമാധാനത്തിന്റെ വിശേഷത കണ്ടോ? സകല ബുദ്ധിയെയും കവിയുന്ന നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. സ്തോത്രം. ക്രൂശിൽ പ്രശംസിപ്പാനുള്ള ഒന്നാമത്തെ കാരണം ക്രൂശിൽ രക്തം ചിന്തി. അതുകൊണ്ട് സമാധാനമുണ്ടായി, ദൈവത്തോട് സമാധാനമുണ്ടായി, പരസ്പരം സമാധാനമുണ്ടായി, നമുക്ക് തന്നിൽ തന്നെ സമാധാനം വന്നു. പ്രൈസ് ദി ലോർഡ്. ഈ സമാധാനം യേശു ക്രിസ്തുവിൽ കൂടി മാത്രമേ ഉള്ളൂ. ഇന്ന് രാത്രി നീ കർത്താവിന് ഹൃദയം കൊടുക്ക്, യേശുവിനായി സമർപ്പിക്കുക. നിന്റെ പാരമ്പര്യം നിന്നെ രക്ഷിക്കുകയല്ല, ആചാരം രക്ഷിക്കുകയല്ല, അനുഷ്ഠാനം രക്ഷിക്കുകയല്ല, നിന്റെ പണം നിന്നെ രക്ഷിക്കത്തില്ല, കുടുംബസേട്ടത്തെ രക്ഷിക്കുകയല്ല, നിന്റെ ആരോഗ്യം ഒരു ചെറിയ 6 അടി പൊക്കവും നെഞ്ചുവിരിവും. ഞാനിപ്പം മിസ്റ്റർ കേരള എന്ന് നല്ല കാര്യം.
പക്ഷെ അകത്ത് കിടന്ന കൊക്കോപ്പുഴു ഇങ്ങനെ വെച്ചാൽ അത് മിസ്റ്റർ കേരള ഇങ്ങനെ പോകും. അതിനേ ഉള്ളു മിസ്റ്റർ കേരള. ഒരു കൊക്കോപ്പുഴു ഇങ്ങനെ വയ്ക്കുമോ? മനസ്സിലായോ? നീ ദൈവത്തിന് സമർപ്പിക്കും, ദൈവകരങ്ങളിൽ സമർപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. ആട്ടെ, രണ്ട് ക്രൂശിൽ പ്രശംസിപ്പാനുള്ള ഇനി കമ്പിവാചകം പോലെ പറയാം. രണ്ടാമത്തെ കാരണം, ക്രൂശിൽ വെച്ചാണ് ശത്രുത്വം ഇല്ലാതാക്കിയത്. നമ്മൾ ശത്രുക്കളായിരുന്നു ഒരു കാലത്ത്, ആ ശത്രുത്വം ഇല്ലാതാക്കിയത് ക്രൂശിൽ വെച്ചാ. നിങ്ങൾക്ക് അറിവുള്ള വാക്യം എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 13 മുതൽ 18 വരെ ആ വായിക്കേണ്ടത്. പക്ഷെ 16-ാം വാക്യം വായിച്ചാൽ മതി. 16. ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി. ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി. അതുകൊണ്ടാ ക്രൂശിൽ പ്രശംസിക്കുന്നത്. ക്രൂശിൽ മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി. പൗലോസ് പറയാ, എനിക്ക് ക്രൂശിലാ പ്രശംസിക്കുന്നത്. രണ്ടാമത്തെ കാര്യം പ്രശംസിക്കാൻ, ക്രൂശിൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി. ഈ ശത്രുത്വം എന്നത് ന്യായപ്രമാണമാണ്. ഏതാ? നമ്മോട് ബന്ധപ്പെട്ട് നമുക്ക് ശത്രുവായിരുന്നു. ന്യായപ്രമാണം നമുക്ക് അനുകൂലമല്ല. അത് യഹൂദന് വേണ്ടിയുള്ളതാണ്. ഇവിടെ യഹൂദന്മാരാരും ഇല്ലല്ലോ. ഉണ്ടോ? ഒറ്റ ഒരെണ്ണമില്ല. മട്ടാഞ്ചേരിയിൽ ഉണ്ടായിരുന്ന നിങ്ങളെല്ലാം പോയി. ഇനിയിപ്പോൾ 1-2 ഫാമിലി എങ്ങാണ്ടുണ്ടെന്ന് ഈയിടെ പേപ്പറിൽ 3 ഫാമിലി ഞാനും വായിച്ചായിരുന്നു പേപ്പറിൽ. ബാക്കിയെല്ലാം പോയി. സ്തോത്രം. ചിലരുടെ ഇരിപ്പ് കണ്ടു. ഇസഹാക്കിന്റെ അനിയനാണെന്നും പറഞ്ഞ ഇരിപ്പ് കണ്ടില്ല. ഇവിടെ ഒരൊറ്റ യഹൂദനും ഇല്ല. അപ്പൊ ഈ ന്യായപ്രമാണം യഹൂദനുള്ളതാണ്. യഹൂദനെ ഈ ന്യായപ്രമാണം അവൻ അനുഗ്രഹിക്കുക. ന്യായപ്രമാണമേ യഹൂദൻ ഇങ്ങനെ അനുഗ്രഹം കൊടുക്കുക. പട്ടണത്തിൽ നിന്നെ അനുഗ്രഹിക്കും, വയലിൽ നിന്നെ നിന്റെ ഗർഭഫലം അനുഗ്രഹിക്കും, കൃഷിയുടെ ഫലം, പേര്, കന്നുകാലികളുടെ പേര്, പിറപ്പ്, ആടുകളുടെ പേര്, പിറപ്പ്, തൊട്ടി, കൊട്ട, വട്ടി, ഇതെല്ലാം അവനെ അങ്ങ് നിന്ന് അനുഗ്രഹിക്കുക. ശത്രു ഒരു വഴി കടന്നു വരും, 7 വഴി ചെതറിപ്പോകും, തേനീച്ച പോലെ വരും, മുൾത്തി പോലെ കെട്ടുപോകും, നിന്നെ അനുഗ്രഹിക്കും, നിന്റെ കളപ്പൊടി അനുഗ്രഹിക്കും. ഇങ്ങനെ അങ്ങോട്ട് നോക്കി മുഴുവൻ അനുഗ്രഹമാണ്. നേരെ ഇങ്ങോട്ട് തിരിഞ്ഞേച്ച് പട്ടണത്തിൽ നീ ശപിക്കപ്പെടും, കുഴഞ്ഞു. വയലിൽ നീ നമ്മളോടാ ശപിക്കും, നിന്റെ കൊച്ചുങ്ങളൊന്നും ഗുണമാകുകയല്ല. അയ്യോ, നീ 21 കോഴിമുട്ട അടവെക്ക് ഒരൊറ്റെണ്ണം പോലും വിരികയല്ല. അയ്യോടാ, എന്ത് കഷ്ടപ്പെട്ട കോഴിയെ അടവെക്കുന്നേ. പൊരുന്ന കോഴി ഇല്ലാണ്ട് അനിയത്തോടെ വീട്ടിൽ ചെന്നപ്പോഴാ പൊരുന്ന കോഴിയെ. പഴയ കണക്കാ ഞാനീ പറയുന്നത്. ഞങ്ങളുടെ അമ്മയൊക്കെ ചെയ്യുന്ന ഉരുളിക്കകത്ത് ഭൂമിയെല്ലാം ഇട്ടേച്ച് മുട്ട ഇങ്ങനെ കണ്ടിട്ടില്ലേ? നിങ്ങളെല്ലാം അങ്ങ് ബക്കിംഗ്ഹാം പാലസിൽ നിന്ന് വന്നതാ. കോഴിയാൻ കണ്ടിട്ടില്ല? കോഴിമുട്ട എന്ത് ക്രമത്തിലാ പൊരുന്ന കോഴിയെ. അന്നേരം ന്യായപ്രമാണം ഉദാഹരണമാണ്. ഇങ്ങോട്ട് നിർദ്ദേശിച്ച് പറയാം. അവനോട് പറഞ്ഞ് വയലിൽ അനുഭവിക്കും, പട്ടണത്തിൽ അനുഭവിക്കും, നിന്റെ ഗർഭഫലം, കൃഷിയുടെ ഫലം, കന്നുകാലം എല്ലാം അനുഭവിക്കും. നമ്മൾ നിന്റെ കോഴിമുട്ട ഒന്നും വിരിയല്ല, നിന്റെ കന്നാലി പ്രസവിക്കുകയല്ല, കാശ് കൊടുത്ത് മേടിച്ച മുഴുവൻ നമ്മളെ ശപിക്കുകയായിരുന്നു. അതാ ശത്രുത്വം. നമുക്ക് വിരോധമായിരുന്നു ന്യായപ്രമാണമേ. അത് യഹൂദന് അനുഗ്രഹമാണ്. യഹൂദന് യവനനും നമ്മൾ ജാതികളിൽ പെട്ടതല്ലേ. യഹൂദന് ഇത് അനുഗ്രഹമാണ്. പക്ഷെ ശത്രുത്വം ന്യായപ്രമാണം നമുക്ക് ശത്രുവായിരുന്നു. പക്ഷെ അങ്ങനെ ആ ശത്രുത്വമായിരുന്നു ന്യായപ്രമാണം. എനിക്ക് നിങ്ങൾക്ക് ശത്രുവായിരുന്നു. പക്ഷെ ആ ശത്രുത ക്രൂശിൽ വെച്ച് മാറ്റി എന്നെയും നിങ്ങളെയും സമീപസ്ഥരാക്കി. അതുകൊണ്ട് ആ ക്രൂശിൽ പ്രശംസിക്കുന്നു. അങ്ങോട്ട് അടുക്കാനൊക്കത്തില്ലായിരുന്നു. അത് തട്ടിക്കളഞ്ഞേച്ച് ഒരുവൻ കാൽവരിയിൽ നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചത് കൊണ്ട് ആ ശത്രുത്വം ഇല്ലാതാക്കി, നമ്മളെ സമീപസ്ഥരാക്കി. മുമ്പേ നമ്മൾ ദൂരസ്ഥരായിരുന്നു. വായിച്ച് എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 12 മുതൽ വായിച്ചോ. 12 മുതൽ. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ലോകത്തിൽ ദൈവമില്ലാത്തവരുമായിരുന്നുവെന്ന് ഓർത്തുകൊള്ളുക. അടുത്തത്, മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവേശുവിൽ. ഈ ദൂരസ്ഥരെന്ന് പറഞ്ഞാൽ ജാതികളാ, സമീപസ്ഥര് യഹൂദനാ. അവർക്ക് അടുത്തിയല്ല. എർശലേം പള്ളിയിലൊക്കെ ചെല്ലുക, അകത്ത് കയറുകയും പോവുകയും വരികയൊക്കെ ചെയ്യാം. നമുക്ക് ആ ഏരിയയിലോട്ടൊന്നും കൊള്ളാം, നല്ല ചേലായി. നമ്മൾ ദൂരസ്ഥരാ.
ഇസ്രായേൽ പൗരത്തിൽ ബന്ധമില്ലാത്തവർ, വാഗ്ദത്തങ്ങൾക്കെല്ലാം അന്യരായിരുന്നു, അടുക്കാനൊക്കത്തില്ലായിരുന്നു. പക്ഷെ ആ വിടവങ്ങ് മാറ്റി. ഒരുവൻ കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന് രക്തം ചിന്തിയത് കൊണ്ട് നമ്മളെ സമീപസ്ഥരാക്കി. അതുകൊണ്ടാ പൗലോസ് പറഞ്ഞ ധൈര്യത്തോടിഞ്ഞു വാ, ധൈര്യത്തോടടുത്ത് വാ. സ്തോത്രം. ശത്രുത്വമില്ലാതാക്കി. അത് ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താലാണ്. ആ രക്തത്താൽ ശത്രുത്വം ഇല്ലാതാക്കിയെന്ന് മാത്രമല്ല, നമ്മളെ ദൈവത്തോട് നിരപ്പിച്ചു. ഒരു 6-7 കൂട്ടം കാര്യം ആ കണ്ണിക്കകത്ത് വാക്യത്തിനകത്ത് കിടപ്പുണ്ട്. ഒന്ന്, ആമേ സമീപസ്ഥരാക്കി. 13-ാം വാക്യം വായിച്ചേ. 13. മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി. ഒന്ന് സമീപസ്ഥരാക്കി. 15-ാമത്തെ വാക്യത്തിൽ സമാധാനം ഉണ്ടാക്കി. 15-ാം വാക്യം ഞാൻ ഓടിച്ചങ്ങ് നിർത്തുക. സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ആ സമാധാനം തന്നു. ഒന്ന് സമീപസ്ഥരാക്കി, 2 സമാധാനം തന്നു. 14-ാം വാക്യത്തിൽ ശത്രുത ഇല്ലാതാക്കി. 14 വായിച്ചേ. അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുവശത്തെയും ഒന്നാക്കി, ചട്ടങ്ങളും കൽപ്പനകളും. അപ്പോൾ ശത്രുത ഇല്ലാതാക്കി. 15-ാമത്തെ വാക്യത്തിൽ പക്ഷം പിടിക്കുന്നത് ഇല്ലാതാക്കി. അവൻ ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ. ഇപ്പൊ പക്ഷം പിടിപ്പില്ല, പക്ഷം പിടിക്കരുത്. പാസ്റ്ററും സെക്രട്ടറിയും കൂടെ ഒരു ഗ്രൂപ്പ്, ട്രഷറും കമ്മിറ്റിക്കാരും കൂടെ ഒരു ഗ്രൂപ്പ്, അവരെ എല്ലാം ഒതുക്കാൻ ഒരു ഗ്രൂപ്പ്, വെളുത്തവനെല്ലാം കൂടെ ഒരു ഗ്രൂപ്പ്, കറുത്തവനെല്ലാം കൂടെ ഒരു ഗ്രൂപ്പ്, ഇരുനിറവെല്ലാം കൂടെ ഒരു ഗ്രൂപ്പ്, വിളറിയതെല്ലാം കൂടെ ഒരു ഗ്രൂപ്പ്, അമേരിക്കയെല്ലാം കൂടെ ഒരു ഗ്രൂപ്പ്, പേർഷ്യ എല്ലാം കൂടെ ഒരു ഗ്രൂപ്പ്, ലണ്ടൻ എല്ലാം കൂടെ ഒന്ന്, നോർത്ത് ഇന്ത്യ എല്ലാം കൂടെ ഒന്ന്, നാടൻ എല്ലാം കൂടെ ഒന്ന്, കാശുള്ളവനെല്ലാം കൂടെ ഒരു ഗ്രൂപ്പ്, കാശില്ലാത്തവനെല്ലാം കൂടെ ഒരു ഗ്രൂപ്പ്, ഇടത്തരക്കാരെല്ലാം കൂടെ. അതൊന്നും പാടില്ല. എന്നാ സമയമായതുകൊണ്ടാണ് പരിവക്കേട്. ബാക്കി നാളെ ഇനിയിപ്പോൾ ആര് വരുവാന്ന്, ആര് വന്നില്ലേ വന്നില്ലായി. ആ പച്ചം പിടിപ്പീരെല്ലാം അങ്ങ് നിർത്തിയെന്ന്. കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി രക്തം ചിന്തി. അതുകൊണ്ട് ആ ക്രൂശിൽ പ്രശംസിക്കുന്നത് മാത്രമാണോ, പിതാവിങ്കലേക്ക് പ്രവേശനം ലഭിച്ചു. 18-ാം വാക്യം. അവൻ മുഖാന്തരം നമുക്ക് ഇരുവശക്കാർക്കും ഏകാത്മാവിനാൽ പിതാവിങ്കലേക്ക് പ്രവേശനമുണ്ട്. അതുകൊണ്ട് ആ ക്രൂശിൽ പ്രശംസിക്കുന്നത്. നമുക്കങ്ങോട്ട് അടുക്കാനൊക്കത്തില്ലായിരുന്നു. അവൻ കാൽവരി ക്രൂശിൽ രക്തം ചിന്തിയത് കൊണ്ട് പിതാവിങ്കലേക്ക് പ്രവേശനം ലഭിച്ചു. മാത്രമാണോ 14-ാമത്തെ വാക്യത്തിൽ പിന്നെ എഴുതിയിരിക്കുക, വേർപാടിന് നാടിച്ചുവരിടിച്ചു. വേർപാടിന്റെ നാടിച്ചുവരി. 14-ാം വാക്യം വായിച്ചേ. അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുവശത്തെ ഒന്നാക്കി, ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തന്റെ ജഡത്താൽ നീക്കി, വേർപാടിന്റെ നടിച്ചുവർ ഇടിച്ചു കളഞ്ഞത്. വേർപാടിനെ നടിച്ചുവര് ഇടിച്ചു ഊരോട്ട് കളഞ്ഞു. അതുകൊണ്ട് ആ ക്രൂശിൽ പ്രശംസിക്കുന്നത്. ഒരു പഴയ പാട്ടുണ്ട്, ദീപ്യങ്കാരുടെ പാട്ടാ, നല്ല പാട്ടാ, എല്ലാവരും ഓർക്കുന്നില്ല. വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചുവല്ലോ, ഭയമതിലില്ല, സ്വയമതിലില്ല, ഭയമതിലില്ല, സ്വയമതിലില്ല, താതൻ തൻ ഹിതത്തെ തികപ്പതിന, ഭയമതിലില്ല, സ്വയമതിലില്ല, താതൻ തൻ ഹിതത്തെ തികപ്പതി. അവിടെ പാടാൻ നേരമില്ല. അപ്പോൾ വേർപാടിനെ നടിച്ചുവർ ഇടിച്ചു. അതുകൊണ്ട് ആ ക്രൂശിൽ പ്രശംസിക്കുന്നത്. ഒന്ന്, ആ ക്രൂശിൽ പ്രശംസിപ്പാനുള്ള ഒന്നാമത്തെ കാരണം അവിടെ എഴുതിയിരിക്കുന്നത് ക്രൂശിൽ നമുക്ക് വേണ്ടി രക്തം ചിന്തി. 2, ക്രൂശിൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി. അതുകൊണ്ടാണ് പ്രശംസിക്കുന്നത്. 3, ഈ ക്രൂശിൽ പ്രശംസിപ്പാൻ വിരോധവും പ്രതികൂലമായ കൈയെടുത്ത് ക്രൂശിൽ തറച്ചു. കൊലോസ്യലേഖനം 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. അതുകൊണ്ട് ആ ക്രൂശിൽ പ്രശംസ. നമുക്ക് വിരോധവും പ്രതികൂല അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെടുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. അതുകൊണ്ട് ആ ക്രൂശിൽ പ്രശംസിക്കുന്നത്. വിരോധവും പ്രതികൂലമായ, വിരോധം എന്നതാ, പാപിയാണെന്ന് എപ്പോ കണ്ടാലും നമ്മളെ പാപി പാപി പാപി. മറ്റേ യഹൂദന് കുഴപ്പമില്ല, അതാണ് നമുക്ക് വിരോധം. പ്രതികൂലമെന്നാ ശിക്ഷാവിധി. ഇത് രണ്ടുമാരും നമുക്കെതിര്. അത് രണ്ടും ക്രൂശിൽ അങ്ങ് തറച്ചു. അത് രണ്ടും ക്രൂശിൽ തറച്ചു. സ്തോത്രം. വിരോധി, പാപി, അത് ആ പേരങ്ങ് മായിച്ചു.
അത് ക്രൂശ് തറച്ചേച്ചേ എടുത്ത് വായിപ്പിക്കുന്നില്ല. യോഹന്നാന്റെ 1-ാം ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ നമുക്കൊരു പുതിയ പേര് തന്നു, ദൈവമക്കൾ. കാൺമീന്ന നമ്മൾ പാപികളും വിരോധികളുമായിരുന്നു. ആ വിരോധവും പ്രതികൂലമായ ആ കൈയെടുത്ത് ക്രൂശിൽ അങ്ങ് തറച്ചു. അവിടുന്ന് രക്തം ഇങ്ങോട്ട് ചിന്തി. ആ രക്തത്താൽ നീതീകരണപ്പെട്ട നമുക്ക് പുതിയ പേര് തന്നു, ദൈവമക്കൾ. പരദേശികൾ നാം ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതിയുണ്ടോ? ഓ പരദേശികൾ നാം ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതിയുണ്ടോ? ഞാന് പാട്ടങ്ങ് പുറകിയ സമയമായതുകൊണ്ടാണ്. അപ്പൊ ക്രൂശിൽ പ്രശംസിപ്പാൻ 3-ാമത്തെ കാര്യം, നമുക്ക് വിരോധവും പ്രതികൂലവുമായ കൈയെടുത്ത് മായിച്ചു, ക്രൂശി തറച്ചു, പുതിയ പേര് നമുക്ക് നൽകി. അതുകൊണ്ടാണ് ക്രൂശിൽ പ്രശംസിക്കുന്നത്. ഒരു കാര്യം കൂടെ പറഞ്ഞങ്ങ് നിർത്താം. 4, ക്രൂശിൽ പ്രശംസിപ്പാനുള്ള കാരണം ക്രൂശിൽ ജയോത്സവം കൊണ്ടാടി. ആ കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം വായിച്ച ക്രൂശിൽ ജയോത്സവം കൊണ്ടാടി. അതുകൊണ്ടാണ് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. ആ വാഴ്ചകളുടെ അധികാരം ആയുധവർഗം. ആയുധവർഗം എന്നാന്ന് ചോദിച്ചാൽ മരണം. ഉൽപ്പത്തി 3 മുതൽ അങ്ങോട്ട് ആ പരാമർശമാ. 4-ാം അധ്യായത്തിൽ സംഭവിച്ച മരണം. ആ മരണം വിരോധമായിരുന്നു. സ്തോത്രം. അത് മാറ്റി മരണത്തിന്റെ അധികാരിയാകുന്ന പിശാചനെ തന്റെ മരണത്താൽ പരാജയപ്പെടുത്തി മരണഭീതികളിൽ അടിമപ്പെട്ട് കിടന്ന എന്നെ നിന്നെ അവിടുന്ന് വീണ്ടെടുത്തു. വീണ്ടെടുക്കുക മാത്രമാണ് ക്രൂശിൽ ജയോത്സവം കൊണ്ടാടി. സ്തോത്രം. ആ ജയോത്സവം കൊണ്ടാടിയത് യേശുക്രിസ്തുവിന്റെ രക്തത്താല. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ 11 പറയുന്നത് കുഞ്ഞാടിന്റെ രക്തത്താൽ നമുക്ക് ജയമുണ്ടെന്ന്. വെളിപ്പാട് 12:11 വായിച്ചേ. യേശുക്രിസ്തുവാകുന്ന പരിശുദ്ധ കുഞ്ഞാടിന്റെ രക്തത്താൽ ജയമാ. അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ജയമുണ്ട്. അതുകൊണ്ടാണ് ക്രൂശിൽ പ്രശംസിക്കുന്നത്. ഇന്ന് രാത്രി എനിക്ക് നിങ്ങൾക്കും പ്രശംസിപ്പാൻ ക്രൂശില്ല. സമയമായതുകൊണ്ട് ഞാൻ നിർത്തുക, ബാക്കി നാളെ പറയാം. പാസ്റ്റർ എന്നോട് വന്നപ്പോഴേ പറഞ്ഞു 9-ാമത് നിർത്തണമെന്ന്. തൻ്റെ കൃത്യം 9-ആയി. ബാക്കി നാളെ. ചിലർക്ക് ഒരു ധാരണ ഉണ്ടായേക്ക് ബോധമൊന്നുമില്ല, സമയം പറഞ്ഞാലൊന്നും നിർത്തുകയല്ലെന്ന്. എനിക്ക് നിർത്താനും അറിയാം, ഇപ്പം മനസ്സിലായല്ലോ. ബാക്കി നാളെ. ക്രൂശിൽ പ്രശംസിക്കണം. യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ പ്രശംസിക്കണം. അവിടുന്ന് രക്തം നമുക്ക് വേണ്ടി ചിന്തി. അവിടുന്ന് നമുക്ക് ജയോത്സവം കൊണ്ടാടി. ഇന്ന് രാത്രി പരാജയത്തിന്റെ പടുകുടികൾ കിടക്കുന്ന പ്രിയപ്പെട്ടവരെ രക്ഷപ്പെടാൻ, രക്ഷിക്കപ്പെടാൻ, ജയമെടുക്കാൻ ഒറ്റ മാർഗം യേശു ക്രിസ്തു മാത്രം. ആ കർത്താവിന്റെ സന്നിധിയിൽ ഇന്ന് രാത്രി സമർപ്പിക്കുക. ഏത് സമയത്തും മരണം നിന്നെ പിടികൂടാം. മരണത്തിന്റെ തണുത്ത കരമെന്ന് തലോടുന്നതിന് മുമ്പ് ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചോണം. നാളെയാകട്ടെ ലോട്ടറിക്കാരൻ പറയുമ്പോൾ നാളെയാകട്ടല്ല, ഇന്ന് രക്ഷാദിവസമാ, ഇത് സുപ്രസാര കാലമാ. യേശുവിനെ ഇന്ന് നീ ഏറ്റെടുക്കണം. ഒരു പടയ പാട്ടിന്റെ 2 ചരണങ്ങൾ പാടി ഇന്ന് രാത്രി നമുക്ക് വരിയാൻ കർത്താവ് അനുവദിച്ചാൽ നാളെ രാത്രി നമുക്ക് വീണ്ടും ഒന്നിച്ചുകൂടി ദൈവത്തെ മഹത്വപ്പെടുത്താം. എല്ലാവരും അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഡംബാടുവാണീടും ധനാഢ്യർ സാധുക്കളായോരും ഡംബാടുവാണീടും ധനാഢ്യർ സാധുക്കളായോരും എല്ലാരും അങ്ങേ ഒരുപോലെ ലോകം എല്ലാരും അറിയാവുന്നവർ ചേർന്ന് പാടും. ഒരുപോലെ ലോകം ഇല്ലാതെ വെടിഞ്ഞിടും നീ അതു മറക്കാതെ ആനന്ദമേറും നിൻ ജീവകാലം മറയും നിഴൽ പോലെ നീ അതു മറക്കാതെ ആനന്ദമേറും നിൻ ജീവകാലം മറയും നിഴൽ പോലെ നീ അതു മറക്കാതെ.
മണ്ണായി മാറും അഴകേറും നിന്മൈ മണ്ണായി മാറും അഴകേറും നിന്മൈ മണ്ണായി മാറും അഴകേറും നിന്മൈ. മണ്ണായി മാറും അഴകേറും നിന്മൈ. മണ്ണായി മാറും അഴകേറും നിന്മൈ. നിർണയം ഒരു നാളിൽ നീയതു മറക്കാതെ. ഓ മണ്ണായി മാറും അഴകേറും നിന്മൈ. മണ്ണായി മാറും നിന്മൈ. നിർണയം ഒരു നാളിൽ നീയതു മറക്കാതെ. ആനന്ദമേറും നിൻ ജീവകാലം മറയും നിഴൽ പോലെ. നീയതു മറക്കാതെ. ഇന്ന് രാത്രി രക്ഷാദിവസമാണ്. ഈ രാത്രി സുപ്രധാന കാലമാണ്. യേശുവിനെ ഉള്ളത്തിൽ ഏറ്റെടുത്ത് ക്രൂശിൽ പ്രശംസിച്ച് ജയജീവിതം നയിക്കുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ നൽകട്ടെ.